യെസ്. എൻ്റെ പേര് നൂർ എന്നാണ്, നൂർ മുഹമ്മദ്. എനിക്ക് ചോദിക്കാനുള്ളത് വിവേകാനന്ദ സാറിനോടാണ്. എൻ്റെ ചോദ്യം, വിവേകാനന്ദ സാറ് പറഞ്ഞു ഈ ബിംബങ്ങളിലും അതിൻ്റെ മതിൽക്കെട്ടിനുള്ളിലും ഊർജം നിറഞ്ഞു നിൽക്കുന്നു. ഈ ഊർജം ഉണ്ടാകുന്നത് ഈ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഈ കളിമണ്ണിൻ്റെ ആമിനോ അമ്ലങ്ങളിൽ നിന്നോ ആറ്റങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കാർബൺ ഹൈഡ്രജനുകളിൽ നിന്നോ ആണ് ഉണ്ടാകുക. ഇത്തരം ഊർജം ഈ ബിംബങ്ങളുടെ അകത്ത് മാത്രമല്ല, പുറത്തുള്ള മണ്ണിലും കളിമണ്ണിലുമൊക്കെ ഉള്ളതാണ്. ഒരു പക്ഷേ കാലാവസ്ഥയുടെ ചോദിക്കാം, കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ ചില മണ്ണിൽ ഇങ്ങനെയുള്ള ഈ ആറ്റത്തിൻ്റെ വീര്യമൊക്കെ കുറഞ്ഞിരിക്കാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത്തരം ഊർജം എല്ലായിടത്തും ഉണ്ടാകും. സാറിന് തെളിയിക്കാമോ ഇവിടെ മാത്രമേ ഊർജമുള്ളൂ എന്ന്? പ്ലീസ് പ്ലീസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യവും എനിക്ക് പറയാൻ അവസരം കിട്ടാതെ പോയ ഒരു വിഷയമാണ്. അതുകൊണ്ട് പറയാം. പിന്നെ ഇപ്പോൾ എനിക്കൊരു ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ ഇരുന്നിരുന്ന് ഏതാണ്ട് യുക്തിവാദിയായി മാറുമോ എന്നെനിക്കൊരു പേടി. കാരണം ഈ മതം മനുഷ്യൻ്റെ ആത്മീയോന്നമനത്തിനുള്ളതാണ്. അത് ഭരണാധികാരം കൈയടക്കുമ്പോൾ, അത് പ്രസ്ഥാനവൽക്കരിക്കുമ്പോൾ, എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോഴാണ് അത് കുഴപ്പക്കാരാവുന്നത്. നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് വന്നാലുണ്ടല്ലോ നല്ല പുള്ളികളാണ്. നമ്മൾ കൂട്ടം കൂടുമ്പോഴാണ് കുഴപ്പക്കാരാവുന്നത്. അപ്പോൾ നമ്മൾ യുക്തിവാദിയായി പോകും. ഇപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചോ മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചോ സംശയമാണ്. കാരണം മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവത്തെ സൃഷ്ടിച്ചു. ഒരു പക്ഷിക്ക് ദൈവത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് പക്ഷിയായി സൃഷ്ടിച്ചാണ്. പട്ടിക്ക് കഴിഞ്ഞിരുന്നെങ്കിലോ പട്ടിയുടെ രൂപത്തിലല്ലേ ദൈവത്തെ സൃഷ്ടിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലേതാ മൂത്തത്? ബുദ്ധിമുട്ടാണ്. പിന്നെ അടിമ ഉടമ സമ്പ്രദായം, അതിനും കൂടെ ഒന്ന് പറയാൻ അവസരം കിട്ടുമെന്ന് പറയാണ്. ഞങ്ങളുടെ ഇതിഹാസ പുരാണാദികളിൽ ഈ അടിമത്തം അങ്ങനെ പറഞ്ഞു കാണുന്നില്ല. അഥവാ ഒരുത്തനെ കീഴടക്കിയാലും അവനങ്ങ് വിട്ടുകൊടുക്കും. ഈ വീടിന് ലങ്കങ്ങ് വിട്ടുകൊടുത്തു, വാഴിച്ചു. പക്ഷേ വേറൊരു വേണ്ട അതിനുണ്ടായിരുന്നു. ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് വരും. ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാണികൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇത് അവർ തന്നെ കൈകാര്യം ചെയ്യും. ഊർജത്തെ പറ്റിയാണ് പറഞ്ഞത്. പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരം, പൃഥ്വി തേജോ വായുവാകാശങ്ങൾ. നമ്മുടെ ഓരോ കോശവും ഇതിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടതാണ്. സൂര്യനാണ് നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയ ശക്തി സ്രോതസ്. ഈശ്വര അതിൻ്റെ പ്രത്യക്ഷ രൂപവും സൂര്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ബഹായികൾ എന്ത് ചെയ്യുന്നത്? സൂര്യനെ ആരാധിക്കുന്നത്. എനിക്ക് അവരോട് ഇത്തിരി താല്പര്യമാണ്. 2 പ്രാവശ്യം ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിൽ പോയിട്ടുള്ള ഞാൻ അറിഞ്ഞിടത്തോളം ഏതാണ്ട് 1 ലക്ഷത്തോളം പേര് ഇവിടെ കേരളത്തിൽ ബഹായികളുണ്ട്. അഗ്നിയെയും ശക്തിയെയും ആരാധിക്കുന്നു. ശക്തിയുടെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് ഏത്? സൂര്യൻ. സൂര്യനില്ലെങ്കിൽ നമുക്കിവിടെ ജീവിതമില്ല. അപ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ മണ്ണിൽ നിന്ന് ഊർജ്ജം സ്വീകരിക്കുന്നു. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം സംഭരിച്ച് വയ്ക്കുന്നത് ഏത് വസ്തുവാണെന്ന് അറിയാമോ? മനുഷ്യനായ ഏറ്റവും വലുതെന്നല്ലേ നമ്മൾ ധരിക്കുന്നത്? അല്ല, അശ്വത്ഥം. അരയാൽ. ഇത്രയും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മറ്റൊരു സാധനമില്ല. അതുകൊണ്ടാണ് നിങ്ങളൊരു വൃക്ഷം നടുന്നെങ്കിൽ അരയാൽ നടാൻ പറയുന്നത്. അരയാലിന് 8 പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത്. മഹാവിഷ്ണുവിന് 4, ശിവന് 1, ദേവിക്ക് അരയാലിന് 8 പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പലയിടത്തും അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. അപ്പം പടർന്ന് വ്യാപരിച്ച് നിൽക്കുന്ന അരയാൽ ഈ അന്തരീക്ഷത്തിൽ നിന്നും കണ്ടമാനം ഊർജം സ്വീകരിക്കുന്നു. ആ അരയാലിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആളിന് ഊർജ്ജ നഷ്ടമുണ്ടെങ്കിൽ ആ ഊർജം അരയാൽ നൽകും. അതുകൊണ്ടാണ് ജീവബുദ്ധന് ബുദ്ധഗയയിൽ എവിടെ അരയാലിൻ്റെ അശ്വത്ഥത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ധ്യാനിച്ചപ്പോൾ ജ്ഞാനോദയം ലഭിച്ചത്. അതിനകത്ത് ശാസ്ത്രമുണ്ട്. ഇത്രയേറെ പ്രാണോർജം ശേഖരിച്ച് വയ്ക്കാൻ മറ്റൊന്നിനും സാധ്യമല്ല. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അശ്വത്ഥം. നാനാവൃക്ഷങ്ങളിൽ വിഷ്ണു ആരാന്ന് പറഞ്ഞത്? അശുദ്ധമാണെന്നും ചെടികളുടെ കൂട്ടത്തിൽ തൃത്താവ് കൃഷ്ണതുളസിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഊർജം എങ്ങനെ ലഭിക്കുന്നുവെന്നാണെങ്കിൽ ബിംബത്തിൽ എങ്ങനെ ഊർജം അതിപ്പോൾ പറഞ്ഞാൽ അതിനെന്താ തെളിയിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഇതുണ്ടോ? ചിലയിടത്തേ ഉള്ളോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമ്പോൾ ഹിന്ദുക്കളായിരിക്കും എന്നോട് ഇപ്പം മറക്കാൻ പോകുന്നത്. കണ്ട മരത്തടികളേലും ഓടയിലും ഒക്കെ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചാൽ അവിടെ ഉണ്ടാകത്തില്ല. ക്ഷേത്രത്തിന് പ്രത്യേകമായ ഭൂമിയുണ്ട്. അതിന് പ്രത്യേക ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന സസ്യജാലങ്ങൾ, അവിടുത്തെ കല്ല്, മണ്ണ്, നീരൊഴുക്ക്, കാറ്റ്,
ഇതൊക്കെ നോക്കിയ ക്ഷേത്രം സ്ഥാപിക്കാവൂ. ഇന്നലെ വരെ ആളുകൾ മലമൂത്ര വിസർജനം ചെയ്തിരുന്ന ഒരു മരത്തടി വളയിൽ എന്തെങ്കിലും ഒന്ന് കുഴിച്ചു വെച്ചിട്ട് അവിടെ ദേവചൈതന്യം ക്ഷേത്ര ചൈതന്യം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ് പൊങ്കാലയിട്ട അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? ഹിന്ദുത്വത്തിന് അതിൻ്റെ വിരുദ്ധമില്ല. പുക്കളത്തോ ചക്കളത്തോ ഒക്കെ പോകുന്നവർ പൊക്കോ, എന്നെ എന്താ കരുതിയാലും എനിക്കൊന്നുമില്ല. അവിടെ ഒന്നും ഇല്ല, ഉണ്ടാകത്തുമില്ല. ഇത്തരം അസുരക്രിയകൾ ചെയ്യുന്നിടത്തുനിന്ന് ദേവൻ ഓവുചാരി കൂടെ പറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുരു നിത്യചൈതന്യതി പറഞ്ഞിട്ടുണ്ട്, ആരെയെങ്കിലും പിടിച്ചിരുത്തിയിട്ട് ഒരു എത്ര വലിയ ആളാവട്ടെ അവൻ്റെ തലയെ കൂടെ നിരന്തരം തേനും പാലും അഭിഷേകം കഴിച്ചുകൊണ്ടിരുന്നാൽ ആരെങ്കിലും ഇരുന്ന് കൊടുക്കുമോ? ഒരു ദേവനും തലയെ കൂടെ പാലൊഴിച്ചാൽ സഹിക്കുമെന്ന് തോന്നുന്നില്ല. ഗംഗാജലം അതുപോലല്ല, അത് മറ്റൊരർത്ഥമാണ്. ഗംഗാജലത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി ശാസ്ത്രീയമായിട്ട് ഞാൻ പറഞ്ഞുതരാം. 4 മണിക്കൂർ കാളറയുടെ അണുക്കൾ ഗംഗാജലത്തിൽ കിടന്നപ്പോൾ മരിച്ചു കഴിഞ്ഞു. ഏറ്റവും അശുദ്ധമായ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച ഏതിലാ? ഗംഗാജലത്തിൽ, കാശിയിൽ നിന്ന്. അപ്പോൾ ഈ ക്ഷേത്രബിംബത്തിലെ ഈ ഊർജം എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാം. ഈ തന്ത്രി ഉണ്ടല്ലോ, അയാൾ നീണ്ട ദിവസങ്ങൾ ശക്തി സമാഹരിക്കുന്ന വ്രതത്തിലിരിക്കും. ആ വ്രതത്തിലൂടെ ഈ തന്ത്രി സമാഹരിക്കുന്ന ശക്തിയാണ് ഈ ബിംബത്തിലേക്ക് പകരുന്നത്. അത് 1 വർഷത്തോളം അവിടെ ഉണ്ടാകും. 1 വർഷത്തേക്കാണ്. അതിനാണ് വീണ്ടും തന്ത്രവിദ്യകളും എന്ത് ചെയ്യുന്നത്, ഈ ഉത്സവങ്ങൾ വയ്ക്കുന്നത്. ഉയർത്തൽ, ചൈതന്യം ഉയർത്തൽ. അത് നഷ്ടമാകും. എന്തുകൊണ്ട്? ക്ഷേത്രവിശ്വാസികളല്ലാത്തവരും അഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ മറ്റൊന്നും തോന്നരുത്, ഈ 2 മതക്കാരുടെയും വിശ്വാസങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ സെമിറ്റിക് മതക്കാർ ജഡം അവരുടെ ദേവാലയത്തിൻ്റെ വളപ്പിലടക്കുമ്പോൾ ഞങ്ങൾക്കോ ഒരു മരണം കുടുംബത്തിൽ നടന്നാൽ 16 ദിവസത്തേക്ക്, നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ 4 ദിവസത്തേക്ക് ക്ഷേത്ര പരിസരത്ത് പോലും പോകില്ല. ജഡമാകട്ടെ ക്ഷേത്രത്തിന് അനേക കാലം ദൂരെ കൂടെ കൊണ്ടുപോകാവൂ. അപ്പോൾ ഈ വിശ്വാസങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കർമ്മി, ഒരു തന്ത്രി ആവാഹിക്കുന്ന ആ ശക്തി ബിംബത്തിലേക്ക് പകരുന്നു എന്നാണ്. അങ്ങനെ പകരുന്ന ശക്തി അവിടെ കുടികൊള്ളൂ എന്നാണ് പറയുന്നത്. വിധിപ്രകാരം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്ര ചൈതന്യം ഒരു പ്രത്യേക വിഷയമാണ്. സർവ്വക്ഷേത്രങ്ങളിലെയും ബിംബങ്ങളിൽ ഈ ശക്തി ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എത്രയോ പേര് ആ വിശ്വാസത്തിന് പുറത്ത് ശബരിമലയിലും അതുപോലെയുള്ള ഹിന്ദു ദേവാലയങ്ങളിലും പോകുന്നുണ്ട്. എനിക്കറിയാമല്ലോ, അഹൈന്ദവർ ധാരാളം ഉദാഹരണങ്ങൾ പറയാം. അനുഭവത്തിൻ്റെ വിളി യേശുദാസ് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രസിദ്ധനും അപ്രസിദ്ധരുമായവർ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യന് ഒരു ബിംബത്തിലേക്ക്, ഒരു ശിലയിലേക്കോ, ഒരു ദാരുശില്പത്തിലേക്കോ ഊർജം പകരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയുമെന്ന് ഞങ്ങൾ പറയുന്നു. ഭൂമിയിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ പാദങ്ങൾ കല്ലിലും മണ്ണിലും പരുക്കൻ മണ്ണിലും ചവിട്ടുമ്പോൾ നിങ്ങൾ മണ്ണിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാഡികൾ വന്ന് സന്ധിക്കുന്നത് എവിടെയാണ്? പാദത്തിലാണ്. ആ പാദത്തിൽ കൂർത്തുമൊത്ത കല്ലുകൾ സ്പർശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്റ്റിമുലേഷനിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം ലഭിക്കുന്നു, സൂര്യനിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നു, അതുപോലെ തന്നെ വായുവിൽ നിന്ന്, അഗ്നിയിൽ നിന്ന്, പഞ്ചഭൂതങ്ങളിൽ നിന്നും ഊർജ്ജം ലഭിക്കുന്നുണ്ട്. അപ്പം ഇതിനു പുറമെ ഒരു സാധകന് സ്വശരീരത്തെ ആവാഹിക്കുന്ന ഊർജത്തെ എന്തു ചെയ്യാം? ബിംബത്തിലേക്ക് പകരാൻ കഴിയും. അത് ആ സിദ്ധി ഇല്ലാത്തവർക്ക് കിട്ടുകയും ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ അടിമ ഉടമയെ പറ്റി ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ അത് പറയേണ്ടെന്ന് പറയും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏർപ്പാടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാം. ഈ ദാസികളെ ഒക്കെ സ്വീകരിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ പാവം ധൃതരാഷ്ട്രർക്ക് അദ്ദേഹത്തിൻ്റെ പത്നി രോഗിയായിരുന്നപ്പോൾ ഒരു വൈശ്യ സ്ത്രീ പരിചാരികയായിരുന്നു. അദ്ദേഹത്തിന് അതിലൊരു മകൻ ജനിച്ചു. പേര് യുയുത്സു. യുദ്ധത്തിൻ്റെ തൊട്ടു മുമ്പ് യുധിഷ്ഠിരൻ പറഞ്ഞു, നീ മൂലമാണ് ഇനി ധൃതരാഷ്ട്രയുടെ വംശവും പിണ്ടവും നിലനിൽക്കാൻ പോകുന്നത്. പുത്രൻ നരകത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവനാണ് പുത്രൻ. നീ ഞങ്ങളോടൊപ്പം ചേർന്ന് നന്നായി, ആർക്കെങ്കിലും ഇനിയും വരാൻ ഇഷ്ടമാണെങ്കിൽ വരാമെന്ന് പറയാം. ആ യുയുത്സു കൗരവപക്ഷത്തു നിന്നും പാണ്ഡവപക്ഷത്തിൽ ചേരുകയും പരീക്ഷത്തിന് രാജാവായി അഭിഷേകം കഴിച്ചിട്ട് അവർ മഹാപ്രസ്ഥാനത്തിനിറങ്ങിയപ്പോൾ രാജാവായിട്ട് രാജ്യം ഏൽപ്പിച്ച യുയുത്സുവിനെയാണ്. ജാരസന്തതിയായിട്ട് പോലും അവനെ കുടുംബാംഗമായിട്ട് അംഗീകരിക്കാൻ ഹൈന്ദവ ധർമ്മത്തിന് വിശാല മനസ്കത ഉണ്ടായി. അടിമയില്ല. അതേസമയം കാറൽ മാർക്സിൻ്റെ ഭാര്യ രോഹിണിയായി കിടന്നപ്പോൾ അവിടുത്തെ പരിചാരികയിൽ കാറൽ മാർക്സിന് എന്തുണ്ടായി? ഒരു പുത്രനുണ്ടായി. ആ പുത്രനെ അംഗീകരിച്ചതില്ല, തള്ളിക്കളഞ്ഞു. അതെന്താണ്? അതാണ് അദ്ദേഹം ജനിച്ചു വളർന്ന മതത്തിൻ്റെ സംസ്കാരം. അതാണ്. അപ്പം ഹൈന്ദവ സംസ്കാരപ്രകാരം പിതൃത്വത്തെ വിശ്വാസമുണ്ടെങ്കിൽ അംഗീകരിക്കും. പിന്നെ അവൻ സ്വന്തമാണ്. അപ്പം അടിമത്തം ഇവിടെ ഇല്ലായിരുന്നു, ഹിന്ദു മതത്തിലില്ലായിരുന്നു. അടിമത്തത്തെ എങ്ങനെ ഏത് രീതിയിൽ വളച്ചു കെട്ടിയും ദീർഘിപ്പിച്ചും ന്യായീകരിച്ചാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതിന് അക്ബർ സാർ പറഞ്ഞ മറുപടി നേരെയുള്ളതായ ഡയറക്റ്റ് മറുപടി ആയിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മതം പ്രസ്ഥാനമായി മാറിയപ്പോൾ അതിൻ്റെ
നിലനിൽപ്പിന് വേണ്ടിയാണ് ഇത്തരം ന്യായങ്ങൾ തട്ടിക്കൂട്ടുന്നത്. അത് ഹിന്ദു മതത്തിലായാലും ഏത് മതത്തിലായാലും അംഗീകരിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അടിമത്തം തന്നെയാണ്. അതിന് എന്ത് നല്ല മേലങ്കി അണിയിച്ചാലും അടിമത്തം തന്നെയാണ്. ഒരു അറിയിപ്പുണ്ട്. KL2M 2100 സെൻ. ബഹുമാന്യനായ വിവേകാനന്ദൻ സാർ അടിമത്തത്തെക്കുറിച്ച് ഞാൻ നൽകിയ വിശദീകരണം പൂർണ്ണമല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് പൂർണ്ണമല്ലാത്തെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല. മതം ഒരു സ്ഥാപനമാകുമ്പോൾ ഉണ്ടാകുന്നതാണ് അതല്ലെന്നാണ് സുഹൃത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വീക്ഷണം. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ സകല രംഗത്തേക്കും മാർഗദർശനം നൽകുന്ന പൂർണ്ണമായ ഒരു ദർശനമാണ്. അപ്പോൾ സ്വാഭാവികമായി അടിമത്വം നിലനിന്നിരുന്നൊരു സാമൂഹ്യ സാഹചര്യത്തിൽ ആ അടിമത്വം അത് എങ്ങനെ സമീപിക്കണമെന്ന കൃത്യമായ മാർഗനിർദ്ദേശം ഇസ്ലാമിലുണ്ടാകും. ആ മാർഗനിർദ്ദേശമാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളല്ലോ. അടിമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അത് അവോയ്ഡ് ചെയ്യല്ല, അത് കണ്ടില്ല എന്നടിക്കല്ല, മറിച്ച് അതിനോടുള്ള എന്ത് സമീപനമാണ് ഉണ്ടാകേണ്ടത് ഓരോ രംഗത്തും അവിടെ പൂർണ്ണമായി നിരോധിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്ന് കൃത്യമായി ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിന് സാമൂഹികമായ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം വെച്ച് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ ഭാരതത്തിലും അടിമ സമ്പ്രദായം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സംഭവം തന്നെ. ആ അടിമത്വത്തിന് മതപരമായ ഒരു വശം കൂടി നൽകിക്കൊണ്ടാണ് ചാതുർവർണ്ണ വ്യവസ്ഥിതി ഒരു ജാതീയ വ്യവസ്ഥിതിയായിട്ട് നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് വേറൊരു കോലമായിരുന്നു എന്ന് മാത്രം. റോമിലോ അല്ലെങ്കിൽ പെർഷ്യയിലോ എന്നുണ്ടായ രീതിയിൽ ഉള്ളതല്ല. മറ്റൊരു മതപരമായ ഒരു അടിത്തറ നൽകിക്കൊണ്ട് ചാതുർവർണ്ണത്തിൻ്റെ അടിത്തറയെക്കുറിച്ച് ഞാൻ വിമർശിക്കല്ല. അതിന് വൈദികമായി എന്തൊരടിത്തറയിലാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന കാര്യത്തിലും വിമർശന വിധേയമാക്കൽ അത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വളരെ മോശമായ രീതിയിൽ ചാതുർവർണ്ണ വ്യവസ്ഥിതി അതല്ലെങ്കിൽ ജാതീയ വ്യവസ്ഥിതി ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളൊരു സത്യം. ആ സത്യം ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയായി നിലനിന്നിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുമ്പോൾ അത് മറ്റു രാജ്യങ്ങളിലെ അടിമത്വത്തിന് തത്തുല്യമായ അതല്ലെങ്കിൽ മറ്റൊരു വശങ്ങളിലുള്ള മതപരമായ ഒരു അടിത്തറ കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു വ്യവസ്ഥിതിയായിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ ഓറയെക്കുറിച്ചോ അതല്ലെങ്കിൽ ഗ്രില്ലിയൻ ഫോട്ടോഗ്രാഫിയിൽ കാണുന്നു എന്ന് പറയുന്ന പ്രകാശ രേണുക്കളെക്കുറിച്ചോ ഒന്നും ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല. കാരണം ഗ്രില്ലിയൻ ഫോട്ടോഗ്രാഫി തന്നെ ഫിസിക്സ് പൂർണ്ണമായിട്ട് അംഗീകരിച്ച സാധനമൊന്നുമല്ല. അതഞ്ഞ് ഏത് വലിയ ആളുകൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗ്രില്ലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതേസമയം നമ്മളുടെ എല്ലാം ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നും ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു പ്രകാശ രേണുകയായി ചിത്രീകരിക്കാമെന്നുമെല്ലാമുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ ശരിയാണ്. നമുക്കെല്ലാവർക്കും ചുറ്റും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയാൽ തന്നെ, ഞാനിപ്പോൾ ഇവിടുന്ന് സംസാരിച്ചിട്ട് പോയാൽ തന്നെ എൻ്റെ ഒരു പ്രതിരൂപം തന്നെ ഇവിടെ കുറേ നേരത്തിന് ഉണ്ടാകുമെന്നും അതിൽ നിന്ന് വേണമെങ്കിൽ എന്നെ ഞാൻ ആരായിരുന്നു എന്ന് പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നും എല്ലാം ഉള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. ഇവിടെ തന്നെ ബഹുമാന്യനായ വിവേകാനന്ദൻ സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് നടക്കുന്ന പല പ്രതിഷ്ഠകളും ശരിയല്ല, പക്ഷേ പ്രതിഷ്ഠിക്കുന്നവരുണ്ട്. വിവേകാനന്ദൻ സാറ് പറയുന്ന രീതിയിലുള്ള പ്രതിഷ്ഠകൾ നടത്തുന്നവരുണ്ട്. ഇവർക്കെല്ലാം അവരുടേതായ ന്യായീകരണങ്ങളുണ്ട്. മനുഷ്യ ദൈവങ്ങൾ ആരാധിക്കുന്നവരുണ്ട്. അതേപോലെ ഒരുപാട് മറ്റ് പല രീതികളിൽ ദൈവങ്ങളായി ചമയുന്നവരും മറ്റും മറച്ചും എല്ലാമായിട്ടുള്ള ആളുകളുണ്ട്. ഇവർക്കെല്ലാം അവരുടേതായ ന്യായീകരണങ്ങൾ എല്ലാവരും അവരുടെ തലത്തിൽ നിന്നിട്ട് ന്യായീകരിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഓറയെപ്പോലെയുള്ള ന്യായീകരണങ്ങൾ അവർക്കും പല കാര്യങ്ങളിലും പറയാനുണ്ട്. അതിന് ചിലപ്പോൾ അദ്വൈതത്തിൻ്റെ ഒരു മേമ്പൊടി കൊടുക്കും ചെയ്യും. ചിലപ്പോൾ പലതിനും എല്ലാ ആചാരങ്ങൾക്കും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സകല ആചാരങ്ങൾക്കും അതല്ലെങ്കിൽ ഇവിടെ അന്ധവിശ്വാസമായി അല്ലെങ്കിൽ അനാചാരമായി വിവേകാനന്ദൻ സാർ സൂചിപ്പിച്ച കാര്യങ്ങൾക്കും എല്ലാം തന്നെ അവരുടേതായ ന്യായീകരണങ്ങളുണ്ട്. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം
ഉള്ള ന്യായീകരണങ്ങളുള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു ആരാധനാ രീതിയുമായി പോകുന്ന ആളുകളെ വിമർശിക്കല്ല, അത് അവർക്ക് സ്വാഭാവികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് ദാർശനികമായി എന്ത് രീതിയിലുള്ള വിമർശനമാണ് ഇസ്ലാമിനുള്ളത് എന്നത് മറ്റൊരു ചർച്ചയാണ്. പക്ഷെ ഇസ്ലാമികമായി ദൈവാരാധനയായിരുന്നാലും ആ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നാലുമെല്ലാം അത് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ ദൈവികമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രമാണത്തിൽ നിന്ന് തെറ്റിക്കൊണ്ടാകുമ്പോൾ കൃത്യമായ പ്രമാണം നമ്മുടെ കയ്യിലുണ്ട്, കൈകടത്തലുകളില്ലാത്ത പ്രമാണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ തന്നെ പറഞ്ഞ മുസ്ലിം സമൂഹത്തിലുണ്ട് എന്ന് പറഞ്ഞ ഒരാചാരം, അത് തെറ്റിദ്ധാരണ അല്ല എന്ന് പറഞ്ഞു, വളരെ സന്തോഷം. അദ്ദേഹം ധരിച്ചു തന്നെയാണ് ശരി. അത് ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ യാതൊരു അടിത്തറയില്ല. അത് എന്തുകൊണ്ട് ആ പ്രമാണങ്ങളുടെ അടിത്തറയില്ല എന്ന് പറയാൻ സാധിക്കുന്നത്? പ്രമാണങ്ങൾ പ്രക്ഷിപ്തമായ ഒന്നുമില്ലാതെ, കൈകടത്തലുകളില്ലാതെ നമ്മുടെ കൈകളിൽ ലഭ്യമായതുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയുമാകുന്ന പ്രമാണങ്ങൾ. അപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം കൊണ്ട് വാദിക്കാന്ന് വിചാരിക്കാം, മദ്യപാനത്തിന് യാതൊരു കുഴപ്പമില്ല. ഒരു വിഭാഗം വാദിക്കാമാണെങ്കിൽ മുസ്ലിം പേരുള്ള ഒരാൾ, ഒരു നേതാവും അയാളുടെ അനുയായികളുണ്ട് വാദിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രവാചകന്റെ ചര്യയിൽ നിന്ന് എടുത്തുകൊണ്ട് അതിനെതിരെ തെളിവ് കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? പ്രമാണങ്ങൾ മനുഷ്യരുടെ കരവിരുതുകളിൽ നിന്ന് മുക്തമായി ലഭ്യമായതുകൊണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ സവിശേഷതയും ഈ വിഷയത്തിലുള്ള നിഷ്കൃഷ്ടമായ ചിന്തയുടെ അടിത്തറയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് വിഗ്രഹാരാധന എന്നുള്ള ഒരു ആരാധനാ രീതിയോടുള്ള വിരോധമല്ല, മറിച്ച് സൃഷ്ടാവായ തമ്പുരാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സൃഷ്ടികൾ എത്ര ഉന്നതരായിരുന്നാലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത്, ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന അടിത്തറയിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സൃഷ്ടികൾ. അവർ ഉന്നതരായിരുന്നാലും മതമരായിരുന്നാലും ആരായിരുന്നാലും മണ്ണായിരുന്നാലും കല്ലായിരുന്നാലും വിഗ്രഹമായിരുന്നാലും ശവകുടീരമായിരുന്നാലും വ്യക്തികളായിരുന്നാലും ചെടികളായിരുന്നാലും ആരായിരുന്നാലും ആ ആരാധന പാടില്ല എന്നും സൃഷ്ടാവായ തമ്പുരാൻ അവനാണ് നമ്മളെക്കുറിച്ച് പൂർണ്ണമായി അറിയുക, നമ്മുടെ ഹൃദയങ്ങൾക്കകത്തുള്ളത് അറിയുക, നമ്മുടെ ഓരോ രഹസ്യ പരസ്യങ്ങളും അറിയുക, നമ്മുടെ ഓരോ മിടിപ്പുകളും അറിയുക. അവൻ്റെ മുന്നിൽ ഹൃദയം തുറന്നു വെക്കുന്നതാണ് ആരാധനയെങ്കിൽ അത് അവന് മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള തത്വം. അതിന് പ്രമാണപരമായ അടിത്തറയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്, അതല്ലാതെ ഓരോരുത്തർക്കും ഉള്ള വ്യക്തിപരമായ ന്യായീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആ കാര്യം സൂചിപ്പിച്ചത്. ഇൻ്റർവ്യൂ സമയത്ത് പ്രത്യേകം അനുവാദം മേടിച്ച് അക്ബർ സാറിൽ നിന്ന് 2-3 കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവാദം കിട്ടിയിരുന്നു. ഞാനത് ഒറ്റ ചോദ്യമായിട്ട് ഉപചോദ്യമായിട്ട് പറയുന്നേ ഉള്ളൂ, ഒറ്റ ചോദ്യമായിട്ട് തന്നെ പറയാം. അത് അക്ബർ സാറിൽ നിന്ന് തന്നെ ആ മറുപടി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനായിരിക്കും അത് കൂടുതൽ പറയാൻ പറ്റുക. പേര് ഫ്രെഡി. ഈ വിവേകാനന്ദ സാർ നേരത്തെ പറഞ്ഞു ഈ ശനിയാഴ്ചയല്ലേ യഥാർത്ഥത്തിൽ അവധി, ഈ വിശ്രമ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അത് യഹൂദന്മാർ ഇപ്പോഴും ശനിയാഴ്ച തന്നെയാണ് അത് അങ്ങനെ ഇപ്പോഴും അവർ ശനിയാഴ്ച തന്നെയാണ് വിശ്രമ ദിവസമായിട്ട് കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ അത് എനിക്ക് തോന്നുന്നത് ക്രിസ്തീയ സഭയാണ് അത് മാറ്റിയത്, അവരുടെ വ്യക്തിപരമായ കാരണമുണ്ട്. പിന്നെ എൻ്റെ പറയാനുള്ള കാരണം, ഈ യഹൂദന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ഈ 3 മതവും, അതായത് ഈ യഹൂദ മതവും ക്രിസ്തീയ മതവും ഇസ്ലാം മതവും, ഇതിൻ്റെ 3ൻ്റെയും പൂർവ്വപിതാക്കന്മാർ ഒന്ന് തന്നെ ആയിരുന്നില്ലേ? അതായത് ഈ ആദാം തൊട്ട് അങ്ങോട്ടുള്ള അത്രയും വരെ പോകണ്ട, അല്ലാതെ തന്നെ ഒരു 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് പോകുമ്പോൾ ഈ പൂർവ്വപിതാക്കന്മാരെല്ലാവരും ഒന്നായിരുന്നില്ലേ? അതൊരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, യേശു ക്രിസ്തുവിൻ്റെ മരണം വരെയുള്ള കാര്യങ്ങൾ ഖുറാനിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, മരണം വരെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാര്യമില്ല, അതുപോലെ തന്നെ ദൈവമായിട്ട് വിശ്വസിക്കുന്നുമില്ല, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാര്യം ആ ഒരു സമൂഹം മൊത്തം വിശ്വസിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് ഈ ഖുറാനിൽ അത് വന്നില്ല, അത്രയും കാര്യം വന്നില്ല. പിന്നെ യേശുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് വളരെ ചുരുങ്ങിയ രീതിയിലാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ള സുഹൃത്തിൻ്റെ ചോദ്യം. യഹൂദ അതിന് മുമ്പ് എന്തായിരുന്നു ചോദിച്ചാൽ? ആദ്യമായിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും.
ഇത് പിന്നെ ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവം ആഴ്ചയിലെ ഓരോ ദിവസവും സൃഷ്ടിക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം മുതൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 1-ാം ദിവസം സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം, അങ്ങനെ ഞായറാഴ്ച കഴിഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച, പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, വെള്ളിയാഴ്ചയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെ അതും കൂടി കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച ദൈവം വിശ്രമിച്ചു എന്നാണ്. ആ വിശ്രമമാണ് സാബാത്തായിട്ട് ആചരിക്കപ്പെടുന്നതും ഇങ്ങനെ വിചാരിക്കപ്പെടുന്നു. എന്നാൽ ഈ ദിവസ സങ്കല്പങ്ങളെ ഇസ്ലാം യോജിക്കുന്നില്ല കേട്ടോ. യഹൂദ, ഇസ്ലാം, ക്രൈസ്തവ മതങ്ങളെല്ലാം ഒരേ മൂലത്തിൽ നിന്നാണ് എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അത് ഇസ്ലാമിൻ്റെ മേലും കൂടി ചിലപ്പോൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകാറുണ്ട്. ഇസ്ലാം ഇങ്ങനെ പറയുന്നേയില്ല. പടച്ചവനൊരു വിശ്രമിക്കുന്ന പടച്ചവനെ ഇസ്ലാമിന് പരിചയമല്ല. ഇസ്ലാമിന് വിശ്രമം ആവശ്യമുള്ള ഒരു ദൈവം തമ്പുരാനെ ഇസ്ലാമിന് പരിചയമല്ല, ഖുർആനിന് പരിചയമല്ല. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ, എന്നാൽ ശനിയാഴ്ച ദിവസം പിന്നീട് മാറ്റപ്പെട്ടു. യഹൂദന്മാർ ശനിയാഴ്ചയായിരുന്നു ആചരിച്ചിരുന്നത്. എന്നാൽ AD 325 നിക്കിയ സുനഹദോസ് നടന്നു. നിക്കിയ സുനഹദോസിൻ്റെ അധ്യക്ഷൻ അന്നത്തെ സൂര്യാരാധകനായിരുന്ന അന്ന് ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹം കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. അദ്ദേഹം സൂര്യാരാധനയിൽ അധിഷ്ഠിതമായൊരു ക്രിസ്തു മതത്തെയാണ് നിക്കിയ സുനഹദോസിൻ്റെ ബാക്കി പത്രമായി മാറ്റിയത്. അപ്പം അങ്ങനെയായപ്പോൾ സൂര്യദേവൻ്റെ ദിവസമായ ശനിയാഴ്ച ദിവസം വിശുദ്ധ ദിവസമായി കൊണ്ടാടാൻ അന്ന് മുതൽക്ക് വിചാരിക്കുകയാണുണ്ടായത്. അതേപോലെ തന്നെ സൂര്യദേവൻ്റെ ജന്മദിനമായ ഡിസംബർ 25 ക്രിസ്മസ് ആയിട്ട് ആചരിക്കാനും സൂര്യദേവൻ്റെ ചിഹ്നമായ കുരിശിനെ ഒരു ചിഹ്നമായി ആചരിക്കാനുമെല്ലാം തീരുമാനിക്കപ്പെട്ട നിക്കിയ സുനഹദോസിന് ശേഷമാണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷമാണ് ക്രൈസ്തവ സഭകൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടും ഇപ്പോഴും ചില സഭകൾ പിന്നെ അതിനെ എതിർത്തുകൊണ്ട് നിലനിൽക്കുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുക. സെവന്ത് അഡ്വന്റിസ്റ്റിനെ പോലെയുള്ള ചില സഭകൾ അതിനെ എതിർത്തുകൊണ്ട് നിലനിൽക്കുന്നത്. ഇവിടെ സുഹൃത്തിൻ്റെ മറ്റൊരു ചോദ്യം, പിന്നെ പ്രധാനപ്പെട്ട ചോദ്യം, ക്രൈസ്തവ, ഇസ്ലാം, യഹൂദ മതങ്ങളെല്ലാം ഒരേ പൊതു പൂർവികനിൽ നിന്നുണ്ടായതല്ലേ? അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഉത്ഭവം എന്നാണ് എന്നുള്ളത്. ഇതിന് മതപരമായ മറുപടിയാണ് ഞാൻ പറയേണ്ടത്. അല്ലാതെ ചരിത്രപരമായി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന് പോകാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. ആ ചരിത്രത്തിൻ്റെ പരിധിക്കപ്പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഋഗ്വേദ സംഹിതയെക്കുറിച്ച് പറഞ്ഞ 8000 കൊല്ലത്തെ പഴക്കമുണ്ട് എന്ന്. അപ്പോൾ അതെന്താണ് 8000 കൊല്ലത്തെ പഴക്കം എന്നുള്ളത്? ചരിത്രത്തിൻ്റെതായ രീതിശാസ്ത്രത്തിലൂടെ പോകാൻ പറ്റാത്ത, എന്നാൽ ഋഗ്വേദത്തിൽ തന്നെയുള്ള പല പരാമർശങ്ങളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ എത്തിച്ചേരുന്ന നിഗമനമാണ്. മാക്സ് മുള്ളറെ പോലെയുള്ള പണ്ഡിതന്മാരും അതേപോലെ തന്നെ ഭാരതീയരായ പണ്ഡിതന്മാരുമെല്ലാം എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ്. സ്വാഭാവികമായിട്ട് ആ നിഗമനങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയുണ്ടാകാം, ഇല്ലാതിരിക്കാം, അത് മറ്റൊരു ചർച്ചയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചരിത്രം എന്നുള്ളത്, നമ്മുടെ ചരിത്രകാലം എന്നുള്ളത് വളരെ അടുത്താണ്. ക്രിസ്തുവിന് ശേഷം തന്നെ ചരിത്രകാലം എന്ന് പറയാൻ പറ്റുന്ന കാലം അത്ര അടുത്ത് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇസ്ലാമികമായി പറഞ്ഞാൽ, ഞാനിവിടെ എൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു, എല്ലാ പ്രവാചകന്മാരും ലോകത്തിലേക്ക് കടന്നു വന്നത് ദൈവം തമ്പുരാനെ മാത്രം ആരാധിക്കുകയും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യണമെന്ന് മനുഷ്യരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് സമർപ്പണം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്, ഇസ്ലാം കൊണ്ട് വിവക്ഷിക്കുന്നത്. അവ ലോകത്തിലേക്ക് കടന്നു വന്ന, ഭാരതത്തിലായിരുന്നാലും പുറത്തായിരുന്നാലും എല്ലാം കടന്നു വന്ന ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടൂ. അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്മാർ, ദൈവദൂതന്മാർ, അവരെല്ലാവരും ഈ സമർപ്പണത്തിൻ്റെ ആദർശം പഠിപ്പിച്ചവരായിരുന്നു എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രവാചകന്മാരിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് അബ്രഹാം പ്രവാചകൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ 2 പുത്രന്മാരാണ്, ഒന്ന് ഇസ്ഹാക്കും ഒന്ന് ഇസ്മയിലും. ആ ഇസ്ഹാക്കിന്റെ പുത്രപാരമ്പര്യത്തിലാണ് ഇസ്രായേലിയർ ഉണ്ടാകുന്നത്. ഇസ്മയേലിന്റെ പുത്രപാരമ്പര്യത്തിലാണ് അറബികൾ ഉണ്ടാകുന്നത്. ആ ഇസ്ഹാക്കിന്റെ പുത്രപാരമ്പര്യത്തിൽ നിന്നാണ് ഇസ്രായേലിയർ ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും മോശെ പ്രവാചകനും ഇസ്രായേലിലെ പ്രവാചകന്മാരും എല്ലാം വന്നത്. യഹൂദ മതം അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പുത്രപാരമ്പര്യത്തിൽ ഉണ്ടായതാണ്. ആ യഹൂദന്മാർക്കിടയിൽ നിന്നാണ് യേശു ക്രിസ്തു കടന്നു വന്നത്, ഇസ്രായേലിയർക്കിടയിൽ നിന്ന് വന്നതാണ്. എന്നാൽ അതല്ലാത്തൊരു പുത്രപാരമ്പര്യമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്, അറബികളുടെ ഇടയിൽ. ഈ ഒരു പാരമ്പര്യമുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാനുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ജന്മത്തിന്റെ പേരിലുള്ള പാരമ്പര്യത്തിന്റെ ഒരു മഹിമയല്ല. ഈ പാരമ്പര്യത്തിന്റെ മഹിമ ഉണ്ടല്ലോ, ആ മഹിമകളുടെ മുഴുവനും അടിവേരിറക്കാൻ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഇബ്രാഹിം നബിയുടെ മകൻ പുത്രപാരമ്പര്യത്തിൽ പെട്ടു എന്നതിന്റെ പേരിൽ മാത്രം ഒരു മഹിമയല്ല, മറിച്ച് സ്വാഭാവികമായും ആ പുത്രപാരമ്പര്യത്തിൽ പെടാൻ കാരണം പ്രവാചകന്മാരുടെ എല്ലാം തന്നെ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിക്കൊണ്ടാണ് എന്നെല്ലാമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ പ്രശ്നം അതല്ല. ഇവിടെ ലോകത്തിലെല്ലായിടത്തേക്കും കടന്നു വന്ന പ്രവാചകന്മാരുടെ, ദൈവദൂതന്മാരുടെ അടിസ്ഥാനപരമായ ആശയങ്ങളെ, ആ ദൈവദൂതന്മാരുടെ എല്ലാവരുടെയും ആദർശങ്ങളെ, അടിസ്ഥാനപരമായ ആദർശങ്ങൾ അവരുടെ പേരിൽ പിന്നീട് പറയപ്പെട്ട കാര്യങ്ങളല്ല. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ഒരിക്കലും ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരൊന്നും തന്നെ ഈ തരത്തിൽ 7 ദിവസത്തെ സൃഷ്ടിസങ്കല്പത്തെക്കുറിച്ചും 7ാമത്തെ ദിവസം ദൈവം തമ്പുരാൻ വിശ്രമിച്ചതിനെക്കുറിച്ചും പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല എന്നാണ്. അത് പിൽക്കാലഘട്ടത്തിൽ മാനുഷിക പരിഗണനയിലേക്ക് ദൈവം തമ്പുരാനെ ഇറക്കിക്കൊണ്ടുവന്നിട്ട് ഈ ഗ്രന്ഥം എഴുതിയ ആളുകൾക്കുണ്ടായ അബദ്ധമാണ്. അത് സ്വാഭാവികമാണ്, മനുഷ്യരാകുമ്പോൾ ഉണ്ടാകും, സ്വാഭാവികമായ അബദ്ധങ്ങൾ ഉണ്ടാവും. അത് ഓരോ സാമൂഹ്യ സാഹചര്യത്തിലും ഉണ്ടാവും അബദ്ധം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രവാചകന്മാരുടെ ശൃംഖലയിൽ ഇങ്ങനെ ഒരു സെമിറ്റിക് ദേശത്താണ് ഉണ്ടായത് എന്നത് ശരിയാണ്. പക്ഷേ ലോകത്തിൽ എല്ലായിടത്തേക്കും കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയത്തിലേക്ക് തിരിച്ചു പോകുവാനും ആ ആശയം ആണ് പരിശുദ്ധ ഖുർആനിലുള്ളത് എന്നുമാണ് ഇസ്ലാം ഖുർആൻ അവകാശപ്പെടുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആശയം എന്താണ്? സൃഷ്ടാവായ തമ്പുരാൻ, അവനെ അറിയുക, അവനെ മാത്രം ആരാധിക്കുക, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അതാ പറഞ്ഞത്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്ലാമിന്റെ സ്ഥാപകൻ എന്നാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ പ്രവാചകന്റെ കാലം 1400 കൊല്ലം അതല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന, അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുക, അവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ അറബികൾ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അബ്രഹാമി മതത്തിന്റെ ആളുകളാണെന്നാണ്, ഇബ്രാഹിം നബിയുടെ ആളുകളാണെന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിമിന്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുന്നിൽ ആരാധിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അവരോട് പറഞ്ഞതെന്താ വെച്ചാൽ, നിങ്ങൾ ഇബ്രാഹിമിനെ ഒഴിവാക്കണം എന്നല്ല, മറിച്ച് ഇബ്രാഹിം എന്ത് പഠിപ്പിച്ചോ ആ പാഠത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണമെന്നാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ഡോക്ടർ ഇവിടെ വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, യേശു ക്രിസ്തു എന്ത് പഠിപ്പിച്ചോ ആ സന്ദേശത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഖുർആൻ പറയുന്നത്. യേശു പഠിപ്പിച്ച സന്ദേശത്തിലേക്ക്, യേശുവിന്റെ പേരിൽ പിൽക്കാലത്ത് ഉണ്ടാക്കിയ സന്ദേശമല്ല. യേശു മോശെ പ്രവാചകൻ പഠിപ്പിച്ച സന്ദേശത്തിലേക്ക്, മോശെ പ്രവാചകന്റെ പേരിൽ പിൽക്കാലത്ത് ഉണ്ടാക്കിയ സന്ദേശത്തിലേക്കല്ല. അപ്പോ ഈ പ്രവാചകന്മാരെല്ലാം അടിസ്ഥാനപരമായി പഠിപ്പിച്ചത് ഇസ്ലാം തന്നെയാണ് എന്നുള്ളതാണ് ഇസ്ലാമികമായ സങ്കല്പം. മരണാനന്തര അത് സൂചിപ്പിച്ചില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുഹൃത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ, യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ മരണവും പുനരുത്ഥാനവും, ക്രൂശീകരണവും പുനരുത്ഥാനവും, അത് ബൈബിളിലെ 4 പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആനിൽ അത് പറയുന്നില്ല. ഖുർആനിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല എന്ന്. ക്രൂശീകരിച്ചു എന്നല്ല, ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല എന്ന്. വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, ഖുർആനിലെ 4ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 157 158 വചനങ്ങളിൽ പറയുന്നത്, അദ്ദേഹത്തെ ക്രൂശിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല, ദൈവം തമ്പുരാൻ അത്ഭുതകരമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തതെന്ന്. അപ്പൊ എന്തുകൊണ്ട് പിന്നെ ഈ ഇതിലെല്ലാം വന്ന കാര്യം എന്തുകൊണ്ട് പിന്നെ അംഗീകരിക്കണില്ല എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, AD 325 നിക്കിയ സുനഹദോസിന് ശേഷം അന്ന് നിലവിലുണ്ടായിരുന്ന 20ഓളം സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ആ 20 സുവിശേഷങ്ങളിൽ 4 മാത്രം നിലനിർത്തി ബാക്കി 16 കരിച്ചു കളഞ്ഞു. കാരണം ആ നിലനിർത്തുവാനുണ്ടായിരുന്ന അടിസ്ഥാനപരമായ യോഗ്യത യേശുവിന്റെ ക്രൂശീകരണത്തെയും പുനരുത്ഥാനത്തെയും അംഗീകരിക്കുന്നു എന്നതായിരുന്നു. അപ്പൊ ബാക്കി 16 സുവിശേഷങ്ങളെ പറ്റി നമുക്ക് ഇന്നൊന്നും അറിയില്ല, ചിലത് എല്ലാം മാത്രം അറിയാം. അത് ഒന്നെന്താണ്, ഒന്ന് ബർണബാസിന്റെ സുവിശേഷ, ഗോസ്പൽ ഓഫ് ബർണബാസ്, അതിൽ ക്രൂശീകരണം നടന്നിട്ടില്ല എന്നാണ്. അത് പിന്നെ യേശു ക്രിസ്തു ദൈവം തമ്പുരാൻ രക്ഷിക്കുകയും ദൈവത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്നാണ് ഖുർആൻ പറയുന്നത്. എല്ലാം ഉയർത്തെഴുന്നേൽപ്പല്ല, ദൈവത്തിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പല്ല, മരിച്ചതിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പല്ല, ക്രൂശീകരിച്ചിട്ടില്ല എന്നർത്ഥം, ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ക്രൂശീകരിക്കപ്പെട്ടിട്ടില്ല, ദൈവം തമ്പുരാൻ ഇടപെടുകയും ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കുകയും ആ പ്രാർത്ഥനയുടെ ഉത്തരവെത്തുള്ള നിലക്ക് പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ കാരുണ്യ വഴി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവങ്കിലേക്ക് ഉയർത്തി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്.
യേശുക്രിസ്തുവിനെയും മറിയത്തെയും കുറിച്ച് ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിൽ ബൈബിളിൽ പറയാത്ത പല കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അല്ല, എന്താണെന്നറിയോ, നിങ്ങൾ ഈ വിഷയങ്ങൾ പഠിക്കണം. ഇപ്പോൾ നമ്മളിങ്ങനെ തർക്കിക്കുന്നതുകൊണ്ട് കാര്യമില്ല, നമ്മളിങ്ങനെ പോയെന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറയണത്, ഈ യേശുക്രിസ്തുവിൻ്റെ കാര്യം മറ്റ് പ്രവാചകന്മാരെ പോലെ തന്നെ ഖുർആനിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ബൈബിളിൽ പറയാത്ത കുറേ കാര്യങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. ലോകത്ത് എവിടെ വന്ന പ്രവാചകനായിരുന്നാലും ആ പ്രവാചകനെല്ലാം എല്ലാ പ്രവാചകന്മാർക്കും മഹത്വമുണ്ട് എന്നും ആ പ്രവാചകന്മാരെ മുഴുവനും ആദരിക്കേണ്ടതുണ്ട് എന്നും അവരുടെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട കഥകളിൽ പലതും ശരിയല്ല എന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലരുടെയും പേരിൽ പല സമൂഹങ്ങളിലും പല തരത്തിലുള്ള കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നും തന്നെ ശരിയല്ല എന്നും പ്രവാചകന്മാർ അത്തരത്തിലുള്ളവരായിരുന്നില്ല എന്നും വിശുദ്ധ ജീവിതം നയിച്ചവരായിരുന്നു ആചാര്യന്മാർ എന്നുമെല്ലാമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യത്തിൽ ഈസാ നബി, യേശുക്രിസ്തുവിന് ഖുർആനിൽ പറയുന്ന പേരാണ് ഈസാൻ. ഈസാ നബിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഖുർആനിൽ ബൈബിളിൽ പറയാത്ത പല കാര്യങ്ങളും പറയുന്നുണ്ട്. ക്രൂശീകരണം അംഗീകരിക്കാത്തത് ആദിപാപം എന്നുള്ള ആശയമാണ് ക്രൂശീകരണം അംഗീകരിക്കുവാൻ കാരണം. ക്രൂശീകരണം കടന്നു വരുന്നതിന് ഒരാളുടെ ക്രൂശീകരണം എത്ര വലിയ വിഷയമാകുന്നത് എന്തുകൊണ്ടാണ്? ആദിപാപം, മനുഷ്യരെല്ലാം ആദിയെ പാപികളാണ്. ആ പാപം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്നിട്ട് ക്രൂശിൽ തറച്ചതെന്നുള്ള സങ്കല്പമാണ്. ഇസ്ലാം ആദിപാപം എന്നുള്ള ആശയത്തെ തന്നെ വിമർശിക്കുന്നു. ഒരാളും ജനിക്കുന്നത് പാപികളായിട്ടല്ല, മറിച്ച് ശുദ്ധരായിട്ടാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം. പാപികളാകുന്നത് സമൂഹത്തിൽ നിന്ന് ആണ് ആളുകളായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത കർമ്മപാപം മാത്രമേ ദൈവം തമ്പുരാനിൽ ശിക്ഷിക്കപ്പെടുകയോ അതിൽ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുള്ളൂ. അതിൽ ആദാം ചെയ്ത പാപത്തിൻ്റെ പേരിൽ ഇവർക്ക് ആർക്കും യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. ജനിക്കുന്നത് പാപികളായിട്ടല്ല, ശുദ്ധരായിട്ടാണെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആദിപാപം എന്നുള്ള അടിത്തറയിൽ സ്ഥാപിക്കപ്പെട്ട ക്രൂശീകരണം എന്നുള്ള ആശയം, ആ ക്രൂശീകരണം എന്നുള്ള ആശയം വരാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രൂശീകരണത്തെ എതിർത്തിരുന്ന, ക്രൂശീകരണം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന സുവിശേഷങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ക്രൂശീകരണം സ്ഥാപിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 16 സുവിശേഷങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് നമ്മൾക്ക് ഇന്ന് ലഭ്യമായിട്ടുണ്ട്, ബർണബാസിൻ്റെ സുവിശേഷം. ആ ബർണബാസിൻ്റെ സുവിശേഷത്തിൽ ക്രൂശീകരണം സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ക്രൂശീകരിക്കപ്പെട്ടത് യൂദാസാണ് എന്നാണ് ബർണബാസ് പറയുന്നത്. അതെ, അപ്പോൾ അത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇതേപോലുള്ളൊരു ചർച്ചയിലൊരു സനാതനധർമ്മവും ഇസ്ലാമും എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ ഇത്ര പ്രസക്തമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വിവേകാനന്ദ സാറിനാണ് പ്രശ്നം എന്ന് പറയുന്നത് മോഷണമാണ്. ഈ ദൈവങ്ങളെ നിസ്സാരമായിട്ട് മോഷ്ടിച്ചിട്ട് പോകാറുണ്ടല്ലോ ക്ഷേത്രങ്ങളിൽ നിന്ന്. ദൈവങ്ങളെന്ന് പറയുമ്പോൾ ഈ വിഗ്രഹങ്ങളാണ്. പ്ലീസ് സദസ്സ് നിയന്ത്രിക്കേണ്ട. എൻ്റെ പേര് റംജു, എൻ്റെ സ്ഥലം മയ്യനാട്. അപ്പം സാറ് പറഞ്ഞത് ഉത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ എനർജി ഈ ദൈവങ്ങളിലും ഈ ബിംബങ്ങളിലും ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലും അവിടെ കുടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കുടത്തിനകത്തുമൊക്കെ കുടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്. അപ്പം ഈ വരുന്ന കള്ളനെ ഈ ഒരു വർഷത്തേക്ക് സംഭരിച്ച് വെച്ചിരിക്കുന്ന ഊർജത്തെക്കാൾ കൂടുതൽ ഊർജ്ജമുള്ള ആളായിരിക്കും ഒരു കള്ളൻ. പ്ലീസ്, ഇത് ഗൗരവമായ ഒരു സദസ്സാണ്, അതിനെ അലങ്കോലപ്പെടുത്തരുത്. അപ്പോൾ സാറ് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞ ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ ആ ക്ഷേത്രത്തിന് പ്രത്യേകമായ ചില ഈ സാധാരണക്കാരൻ പോയിരുന്ന് കക്കൂസി നല്ല മൂത്രം ഒഴിക്കുന്നത് ഇങ്ങനെയൊന്നും ഉള്ളിടത്തും ദൈവ ചൈതന്യം ഉണ്ടാകത്തില്ല. പിന്നെ തൂണിലും തുരുമ്പിലും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദൻ്റെ ആ ഒരു സംഭവമില്ലേ? അപ്പം ഈ നിഷേധിയായിരുന്ന ആ രാജാവിൻ്റെ തൂണിൽ വരെ ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് സാധാരണക്കാരായ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾ പറയുന്ന പാവികൾ ഞാൻ മുസൽമാനാണ്. അപ്പം ഈ അവിടെ ഉണ്ടായിക്കൂടാ തൂണിലും തുരുമ്പിലും? സാറ് പറഞ്ഞ എനർജി ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചില്ല. ചോദ്യം ഇതാണ്, എങ്ങനെ ഈ ഇത്രയും ശക്തിയുള്ള ഈ ഒരു വർഷത്തേക്ക് ഊർജ്ജം സംഭരിച്ച് വെച്ചേക്കുന്ന ഈ ദൈവത്തിൻ്റെ വിഗ്രഹത്തിന് ഒരു മനുഷ്യൻ ഒരു കള്ളൻ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു? അപ്പോൾ ദൈവത്തിനുണ്ടാ? അതാണ് എൻ്റെ പ്രധാന ചോദ്യം. എൻ്റെ ആളുകളെ കൊണ്ട് എന്നെ കല്ലെറിയിക്കത്തക്ക ചോദ്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. സംഗതി ആ കുഴപ്പത്തിലാക്കുന്ന ലക്ഷണമാണ് എന്നെ. ഞങ്ങളുടെ ഈ ക്ഷേത്രങ്ങളിലെ ചൈതന്യം എല്ലാം കൂടെ ഒരു കള്ളം വന്ന് മോട്ടിച്ചുകൊണ്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ മതങ്ങളെ
മറ്റ് മതങ്ങളെ, ഒരു മതം ഇതര മതത്തെ തമസ്കരിക്കുന്നത് അതിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ചിലതില്ല എന്ന് സ്ഥാപിക്കും. മുമ്പേ പറഞ്ഞ ചോദ്യങ്ങൾക്ക് എനിക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. ഇതിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ദിവസം കൊണ്ട് 3-ാം ദിവസം സൃഷ്ടിച്ചു എന്ന് പറയുന്നു സൂര്യനെ. സത്യത്തിൽ ഈ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് നാം ദിവസത്തെ കണക്കാക്കുന്നത്. അപ്പം ഈ സൂര്യൻ ഉണ്ടാക്കുന്നതിന് 2 ദിവസം മുമ്പേയും സൃഷ്ടി നടന്നുവെങ്കിൽ അത് 1-ാം ദിവസം 2-ാം ദിവസം സൂര്യൻ ഇല്ലാതെ ഇരുന്ന 3-ാം ദിവസത്തിന് മുമ്പ് എങ്ങനെ 1-ാം ദിവസം 2-ാം ദിവസം ഉണ്ടായി? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള ഒരുപാട് അയുക്തികമായ കൽപ്പനകൾ എല്ലാ മതത്തിലും ഉണ്ട്. ഈ പ്രക്ഷിപ്തങ്ങളെല്ലാം കളഞ്ഞിട്ട് യുക്തിക്ക് നിരക്കുന്ന കുറേ കാര്യങ്ങളിലേക്കൂടെ വരണം. അപ്പോൾ ഈ ചൈതന്യത്തെ പറ്റിയല്ലേ പറഞ്ഞത്? ഇപ്പോൾ ഒരു കള്ളം വന്നതെല്ലാം ഇപ്പം ഈ ഞങ്ങളുടെ പൂജാരികളുടെ യോഗ്യതകൾ എന്തായിരിക്കണമെന്ന് ഞാനിവിടെ പറഞ്ഞാൽ വലിയ കുഴപ്പമാണ്. അതാണ് വിഷമങ്ങളെന്ന്. ഇതൊക്കെ രഹസ്യ ചർച്ചകൾ നടത്തുന്ന വിഷയങ്ങളാണ്. പ്രത്യേകം ഞങ്ങൾക്ക് താരതമ്യേന ആധുനികവും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് ഇസ്ലാമിക ചരിത്രമെങ്കിൽ പിന്നെ അക്ബർ സാർ പറഞ്ഞു ഞങ്ങൾക്കും കുറേയൊക്കെ ഐതിഹ്യത്തെ ആശ്രയിക്കേണ്ടി വരുമെന്ന്. അത്രത്തോളം അദ്ദേഹം സമ്മതിച്ചല്ലോ. അപ്പം ഋഗ്വേദത്തിന് 8000 കൊല്ലത്തിൻ്റെ പഴക്കം ഇന്ത്യക്കാരെ സ്വാമി വിവേകാനന്ദനോ അരവിന്ദനോ അംഗീകരിച്ചതല്ല, എൽ ഭാഷവും ഗോസാംബിയും ആർണോൾഡ് ടോയിൻബീക്കാണ്. ഈ എബ്രഹാമിലേക്ക് പോയപ്പോഴാണ് എനിക്ക് അത്രത്തോളം ഒന്നും അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു വഞ്ചനയുടെ ചരിത്രം എന്നാണ്. ഇസഹാക്കിൻ്റെ പരമ്പരയാണോ? അല്ലല്ലോ, ഇസ്മയിലിൻ്റെ പരമ്പരയല്ലേ? ഇസ്മയിലിനെ ഉപേക്ഷിച്ചല്ലേ മണലരണ്യത്തിൽ? അങ്ങനല്ലേ പറയുന്നത്? അങ്ങനല്ലേ? അപ്പം അത് അവിടെ മുതലേ ഉണ്ട് ഈ പറ്റിപ്പ് അല്ലേ? ആ കുട്ടിയെ ഉപേക്ഷിച്ചെന്നാണ്, വെള്ളം കിട്ടാത്തത്. അപ്പോൾ വെള്ളം കിട്ടിയെന്നൊക്കെ അല്ലേ പറയുന്നത്? എനിക്കാണെന്ന് തോന്നുന്നു. ആ കുട്ടി പിന്നെ അല്ലേ ആദ്യം ജനിച്ചത് പിതാവിന്? ആ ചോദ്യത്തിലേക്ക് വരികയാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത് കാടുകയറി പോവുകയല്ല പറയുന്നത്. അപ്പം പിന്നെ ഇപ്പം അദ്ദേഹം പറഞ്ഞത് ഈ ക്ഷേത്രത്തിൽ ശക്തി എങ്ങനെ ഉണ്ടാകുമെന്ന്. പൂജാരി ശക്തനാണെങ്കിൽ ബിംബത്തിൽ ശക്തി ഉണ്ടാകും. അപ്പോൾ പൂജാരിക്ക് ചില യോഗ്യതകളുണ്ട്. ഉദാഹരണത്തിന് ഞങ്ങളുടെ ഒരു ശാന്തിക്കാരൻ രാവിലെ അമ്പലത്തിലേക്ക് ശാന്തിക്ക് ഇറങ്ങുന്നു. കുളി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനൊന്ന് മലവിസർജനം ചെയ്യണമെന്ന് തോന്നി. കക്കൂസിൽ പോയാൽ വീണ്ടും അയാൾ കുളിക്കണമെന്നാണ്. കുളിക്കാതെ ശാന്തി ചെയ്താൽ അവിടെ ദേവചൈതന്യം വരത്തില്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടാവുമോ? അങ്ങനെയുള്ളിടത്ത് ചൈതന്യം ഉണ്ടാകത്തില്ല. ഇപ്പം അവിടെ തിടപ്പള്ളിയിൽ ദേവൻ്റെ നിവേദ്യം പ്രത്യേകം അടുപ്പിൽ പ്രത്യേക പാത്രത്തിലുണ്ടാകണം. പക്ഷേ ഗ്രൈൻഡർ സ്ഥാപിച്ചിട്ടാണ് പല ഭഗവതി ക്ഷേത്രങ്ങളിലും ദേവൻ്റെതും പിന്നെ അവിടുത്തെ പരികർമ്മികളുടേതുമായ എല്ലാം അരയ്ക്കുന്നത്. വെളുത്തുള്ളിയും വെള്ളുള്ളിയും എല്ലാം കൂടെ ചേർത്ത് അങ്ങനെയുള്ള നിവേദ്യം ഒരുക്കുന്നിടത്ത് ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. യഥാർത്ഥ വിധിപ്രകാരം ചെയ്യുന്നിടത്ത് ഉണ്ടാകും. പാചകക്കാർ വീടി വലിച്ചും കൊണ്ടായിരിക്കും പിന്നെ പാൽപ്പായസം ഉണ്ടാക്കുന്നത്. വീടി കുറ്റി ചിലപ്പം കണ്ടെന്നും വരും. കണ്ടിട്ടുണ്ട്, പത്രത്തിൽ വന്നിട്ടുണ്ട്. എലിവാലും കണ്ടെന്നിരിക്കും. അവിടെ എന്തുണ്ടാകത്തില്ല? എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ദേവചൈതന്യം ഉണ്ടാകുകയില്ല. പിന്നെ ഒരു കുടത്തിൻ്റെ ആകൃതിയിലൊന്നും അമ്പലം ഉണ്ടാക്കി വെച്ചിരുന്നു ഞാൻ പറഞ്ഞില്ല. കുടത്തിലാണല്ലോ പണ്ട്, കലത്തിലും കുടത്തിലുമാണല്ലോ വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ മതിൽ കുംഭാകൃതിയിൽ മദ്യം കൊണ്ട് വീങ്ങിയ ആകൃതി, അതൊരു മഹാകുംഭമാണ്. കുംഭമേളയുടെയൊക്കെ പൊരുളതാണ്. ആ കുംഭത്തിൽ ഒരു ഗ്രാമത്തിന് ആവശ്യമായ ചൈതന്യം, ദേവചൈതന്യം മുഴുവൻ ബിംബത്തിൽ ആവാഹിക്കാൻ തന്ത്രവിദ്യയിലൂടെ കഴിയുമെന്ന് ക്ഷേത്ര ചൈതന്യത്തിൽ പറയുന്നു. അതൊരു നീണ്ട വിഷയമാണ്. അത് അങ്ങനെയുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്ന ക്ഷേത്രങ്ങളിൽ അതിന് ഇന്ന ലക്ഷണപ്രകാരം ക്ഷേത്രം നിർമ്മിക്കാൻ പറ്റിയ കുരങ്ങനും മുയലും കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലത്തൊന്നും ക്ഷേത്രം നിർമ്മിച്ച ചൈതന്യം ഉണ്ടാകത്തില്ല. അല്ലാതെ ഉള്ള ക്ഷേത്രങ്ങളുണ്ട്. അവിടെ നിങ്ങൾ ബന്ധപ്പെട്ടു നോക്കുക. വിശ്വാസപ്രകാരം ശുദ്ധിയോടുകൂടിയും അന്യമതസ്ഥർക്ക് ഹിന്ദുക്കൾക്ക് പറഞ്ഞിട്ടുള്ള പിന്നെ വിശ്വാസങ്ങളും ശുദ്ധികളും ആചാരങ്ങളുമല്ല. അതുകൊണ്ടാണ് അവരവിടെ കയറരുതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പുണ്യാഹം നടത്തുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പുണ്യാഹം നടത്തുന്നത് എല്ലാ ദിവസവും നടത്തുന്നു. കാരണം അറിഞ്ഞോ അറിയാതെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ അവിടെ പിന്നെ വിസർജ്യങ്ങൾ നിക്ഷേപിക്കാം. പിന്നെ ക്ഷേത്രാചാരം അറിയാത്തവരും വരാം. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ കൊട്ടിയത് ചെമ്പോട്ട് കുടുംബക്ഷേത്രത്തിൽ എന്ന് ഒരു ദിവസം അറിയാമെന്ന് കയറി. എനിക്ക് അന്ന് ഇത്രയും അറിഞ്ഞുകൂടായിരുന്നു. ഞാനൊരു മരണ വീട്ടിൽ പോയിട്ടാവുന്നത്. ഉടനെ ശാന്തിക്കാരൻ വന്ന് അവിടെ ഒത്തിരി ക്രിയകളെല്ലാം നടത്തി. മരണ വീട്ടിൽ പോയാൽ കുളിക്കാതെ അമ്പലത്തിൽ കയറി കൂടെ. എനിക്ക് അന്ന് അത് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് ദേവചൈതന്യം നഷ്ടമാകും. ഇങ്ങനെ നഷ്ടമാകുന്ന ചൈതന്യം വിധിപ്രകാരമുള്ള പൂജാക്രിയകളിലൂടെ ഈ ബിംബത്തിൽ പിന്നെ അവരോധിക്കാൻ ഒരു തന്ത്രിക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ആ ക്ഷേത്ര ചൈതന്യം ഒരു പ്രത്യേക വിഷയമാണ്. ഇതൊരു ഗ്രാമത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഗായത്രി മന്ത്രം ഒരു ഗ്രാമക്ഷേത്രത്തിലൂടെ ഉരുവിട്ടാൽ ആ ഗ്രാമം മുഴുവൻ രക്ഷിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഗായതാൻ ത്രായതേ ഇത് ഗായത്രി എന്നാണ്. അത് ഗാനം ചെയ്യുന്നവനെ അത് രക്ഷിക്കുമെന്നാണ്. ഇതൊക്കെ എങ്ങനെ തെളിയിക്കുമെന്ന് ചോദിച്ചാൽ, പക്ഷേ മന്ത്രത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ യന്ത്രത്തിനെ വിശ്വസിക്കുന്നല്ലോ.
മോട്ടോർ വാഹനത്തെ വിശ്വസിച്ച് അതിൽ കയറുന്നു, നിങ്ങളെ അത് വഴിയിലിടുന്നില്ലേ? പക്ഷേ നിങ്ങളതിനെ വിശ്വസിച്ച് കയറുന്നു. എന്നാൽ പിന്നെ എന്താ മന്ത്രത്തിനെ വിശ്വസിച്ചാ? വിശ്വസിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് അളക്കാനാകാത്ത ഒരുപാട് മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് കമ്പ്യൂട്ടർ സ്റ്റഡിയിലൂടെ തെളിയിച്ചിട്ടുണ്ട്, ധ്യാനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഈ ധ്യാനത്തിനും യോഗത്തിനും ഒന്നും നിങ്ങളാരും പറയുന്ന ഈ ആളുകളുണ്ടെന്ന് തെരുവിൽ വയ്ക്കുന്നത് കേട്ടൊന്നും പേടിക്കരുത്. നിങ്ങൾക്ക് ധ്യാനിക്കാം, വളരെ ഈസി ആയിട്ട് ധ്യാനിക്കാം. ഞാനിപ്പോൾ പറഞ്ഞുതരാം, ഇൻസ്റ്റൻ്റായിട്ട്, ജീവനകലയല്ല, ഇപ്പം പറഞ്ഞുതരാം. നിങ്ങൾക്ക് പ്രിയപ്പെട്ടത്, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ മനസ്സിൽ അതിൽ മാത്രം ബിന്ദു ഉറപ്പിച്ചുകൊണ്ട് 5 മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടും. അതാണ് ധ്യാനം. അതിന് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ കുട്ടിയെ ഓർമ്മിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട മനോഹരമായ ഒരു ദൃശ്യം ഓർമ്മിച്ചാൽ മതി, സൂര്യോദയം മതി. അല്ലെ വേറെ കാര്യമൊന്നും ഇതിനകത്തില്ല. ഇതൊന്നും ഇവർ പറഞ്ഞു തരത്തില്ല. ഇത് പറഞ്ഞു തന്നാൽ നിങ്ങളിത് അനുസരിച്ച് അങ്ങ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഒരു ക്ലാസ്സിന് 75,000 രൂപ ഉണ്ടാകത്തില്ല. അത് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് ആന്ധ്രയിലും കർണാടകത്തിലും അവിടെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ ഒക്കത്തില്ല. അരി വീണിട്ടുണ്ട് ഇപ്പം. അപ്പം ഇത്തരം ക്രിയകൾ നടക്കുന്നിടത്ത് ദേവചൈതന്യം ഇല്ലായിരിക്കും. പക്ഷേ ഒരു തന്ത്രി, യഥാർത്ഥ തന്ത്രി, തന്ത്രവിധിപ്രകാരം ഒരു ബിംബത്തിൽ ശക്തി അവരോധിക്കും. ആ ശക്തി 1 വർഷം കൊണ്ട് ക്രമേണ, ഒന്നായിട്ടല്ല, ക്രമേണ തീരും. അത് അവിടെ ചെല്ലുന്ന ഭക്തന്മാരുടെ വിക്രിയകൾ കൊണ്ടും ക്ഷേത്ര തന്ത്രിയുടെ അല്ലെങ്കിൽ പൂജാരിയുടെ അശുദ്ധി കൊണ്ടും തീരും. അപ്പം ഇന്ന് കുളിച്ച ആളാണെങ്കിൽ പോലും ധരിക്കുന്ന വസ്ത്രം ഇന്നലെ ഉടുത്തതായിരിക്കും. അവിടെ ചൈതന്യം ഉണ്ടാകത്തില്ല. സരസനായ ഒരാളൊരിക്കൽ പറയുകയുണ്ടായി, അവിടെ തൃശ്ശൂർ ഒരു അമ്പലത്തിൽ, തെക്കങ്കാട് മൈതാനത്തിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഒരു പൂജാരിക്ക് ഒരു ദിവസം വരാനൊത്തില്ല. പിറ്റേ ദിവസം അടുത്ത പൂജാരി, ഒരു മുട്ടിശാന്തിക്കാരൻ ചെന്ന്, അയാൾ ശുപ്രവസ്ത്രധാരിയായിട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കഴാക്കാരൻ പറഞ്ഞു, പിന്നെ തിരുമേനി കണ്ട ഒരു കാര്യം ചെയ്യണം, ഇത് ഉടുത്തുകൊണ്ട് കയറി ഇവിടുത്തെ ആളുകൾക്ക് ഒരു വിശ്വാസം വരികയല്ല. ഒരു കണ്ട ആ ഭാര്യയിലിരിപ്പുണ്ട്, എന്തുവാ കരി പിടിച്ച ഒരു തുണി, അത് ഉടുത്തുകൊണ്ട് കയറിയാലേ ശാന്തിക്കാരനായിട്ട് തോന്നുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നിടത്താണ് ചൈതന്യമില്ലാത്തത്. വിധിപ്രകാരം നടത്തുന്ന ദേവാലയങ്ങളുണ്ട്. അത് മാത്രമല്ല, ബ്രാഹ്മണനാകുന്നതും പൂജാരിയാകുന്നതും ജന്മം കൊണ്ടെന്നല്ല. ജന്മനാ ജായതേ ശൂദ്ര, കർമ്മണാ ജായതേ ദ്വിജ. കർമ്മം കൊണ്ട് ആർക്കും ബ്രാഹ്മണനാകാം. പിന്നെ ഈ സവർണൻ എന്നൊക്കെ സാറ് നേരത്തെ ഇവിടെ പറഞ്ഞ്, ഈ സവർണൻ എന്നുള്ള പ്രയോജനോട് എനിക്ക് വളരെ എതിർപ്പാണ്. ആരാണ് ഈ സവർണൻ? വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം, ജാതി, നിറം എന്നൊക്കെയാണ്. ഇന്ന് അക്ഷരം പഠിച്ചവനെല്ലാം സവർണൻ. ഞാൻ സവർണനാണ്. ഒരു കാലത്ത് എൻ്റെ സമുദായത്തിന് അക്ഷരം ചോദിച്ചിരുന്നു, ഞാൻ സവർണനാണ്. അപ്പോൾ സാറും സവർണൻ തന്നെയാണ്. നിറം കൊണ്ടും സവർണനാണ്, അല്ലാതെയും സവർണനാണ്. അങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ പണ്ടത്തെ ചരിത്രങ്ങളാണ്. ബുദ്ധനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ. ഇന്ന് സവർണൻ ആരാണ്? ഇന്ന് അക്ഷരം പഠിക്കാൻ കഴിയാത്ത ഒരുതം ബ്രാഹ്മണനെന്ന് നാം പറയുന്നവരിലുണ്ടെങ്കിൽ അവൻ അവർണനാണ്. വർണ്ണത്തിന് അതേ ഉള്ളൂ. അതാണ് പണ്ട് യഥാർത്ഥത്തിൽ. പിന്നെ വർണ്ണാശ്രമ ധർമ്മം, ഗുണകർമ്മ വിഭാഗശാസ്ത്രം ഗീതയെ പറയുന്നുണ്ട്. അതൊക്കെ വലിയ വിഷയങ്ങളാണ്, ഇവിടെ പറഞ്ഞു തീർക്കാനൊക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു, അത് നമ്മൾ സമ്മതിക്കുന്നു. അത് പിൽക്കാലത്ത് വന്ന ആളുകൾ അവരുടെ സ്ഥാപക താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ അതിൽ കൂട്ടിച്ചേർത്തതാണ്. അത് തെറ്റ് തന്നെയാണ്. അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അല്ലെ മാറിയില്ലെങ്കിൽ ഇതങ്ങ് നശിക്കും. പക്ഷേ അങ്ങനെ നശിക്കത്തില്ല. നിരന്തരം 8000 വർഷമായിട്ട് വൈദേശിക ആക്രമണങ്ങളുണ്ടായി. ബാബറല്ല, ഗോറിയല്ല, ഇനി ആരാക്രമിച്ചാലും ഇന്ത്യയിലെ ഹിന്ദുത്വം നിലനിൽക്കും. ലോകത്തിലെ ഏതൊരു മതവും നശിച്ചാലും 1 മണിക്കൂറോടെങ്കിലും ഇത് ശ്വാസം വലിക്കും. ഒരു സംശയം എനിക്ക് അക്കാര്യത്തിലില്ല. അതിന് എത്ര മിസൈൽ വന്നാലും അത് നഷ്ടപ്പെടാൻ പോകുന്നില്ല. കാരണം അത് ജനങ്ങളുടെ ഹൃദയത്തിൽ വിലക്കുകളില്ലാതെ അതൊരു ജീവിത ശൈലിയിലൂടെ പുരുഷാർത്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിതചര്യയിലൂടെ അടിയുറച്ചതാണ്. അതിന് യാതൊരു കാരണവശാലും ഒരു നാശം സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എനിക്ക് ഒറ്റ കാര്യത്തിലുള്ള ഈ ബിംബാരാധന സാധുക്കൾക്ക് വേണ്ടിയാണ്. അതൊന്ന് അംഗീകരിച്ചു കൊടുക്കുക. സാധുക്കൾക്ക് വേണ്ടി. എല്ലാവരും നമ്മളോളം ഉയർന്നവരല്ല. ഈ ലോകം അള്ളാഹുവിൻ്റെ ആരാധനാലയമാണെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, അക്ബർ സാറിനും മനസ്സിലാവും. ഇന്നിവിടെ വന്നിരിക്കുന്നവർ ഈ വിഷയത്തിലെ ഉപരിവർഗ്ഗക്കാരാണ്, അല്ലെങ്കിൽ ഇവിടെ വരത്തില്ല. നമ്മളൊക്കെ ഈ പറയുന്ന വിഷയത്തിലെ ഉപരിവർഗ്ഗക്കാരാണ്, നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ അത്തപ്പാടിക്ക് അവൻ എന്തെങ്കിലും ഒന്ന് വേണം. ഞാനില്ല പറഞ്ഞില്ലേ ശിവഗിരിയിലെ നിവേദ്യത്തിൻ്റെ കാര്യം. നിങ്ങളത് കല്ലാണ്, മരമാണ്, ഉണ്ണിയപ്പമാണെന്ന് പറഞ്ഞു കൊടുക്കരുത്. അവൻ അതിനെ ദൈവമായിട്ട്, അവൻ ആരാധനയുടെ പരകോടിയിലെത്തുമ്പോൾ പരകോടിയിൽ സ്വയം അഭാവത്തിന് സ്വഭാവം വരുമെന്നാണ്. അതിൻ്റെ ഭാവത്തിൻ്റെ പരകോടിയിൽ അവൻ അതിൽ ഈശ്വരനെ തന്നെയാണ് കാണുന്നത്. പിന്നെ അവന് ബിംബം വേണ്ട. ആ സ്റ്റേജിൽ അവൻ എത്തട്ടെ. അതെങ്ങനെ എത്തും? എല്ലാവർക്കും അതിന് സമയം കിട്ടുന്നോ? അതുകൊണ്ട് നിങ്ങൾ അതിനെ അങ്ങ് സഹിഷ്ണുതയോടുകൂടി അംഗീകരിച്ചാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഒരു ക്ലാഷ് ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല. ക്ലാഷ് എല്ലാം യൂറോപ്പിലുണ്ടാകും, അമേരിക്കയിലാണ് ഉണ്ടാകാൻ പോകുന്നത്. ഉണ്ടായേ തീരൂ. ഭൂമിയുടെ ക്യാൻസർ മനുഷ്യനാണെന്ന് ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആളാണെന്ന് എനിക്കത് ഞാൻ പറയുന്നില്ല, ഞാനല്ല പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കാറൽ മാർക്സും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊന്നുമല്ല. ഭൂമിയുടെ ക്യാൻസർ ചില മതങ്ങളാണ്, കറുപ്പല്ല, ചില മതങ്ങളാണ്. ഇതിനെല്ലാം കാരണം അറബിപ്പണം ഇവിടെ വന്ന് എല്ലാവർക്കും വന്ന്, ജാതി മത വ്യത്യാസമില്ല. വയറൊക്കെ നിറഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ ആരും വന്ന് ഇരിക്കത്തില്ലല്ലോ. അപ്പോഴാണ് എൻ്റെ ശക്തി മതത്തിലൂടെ, പ്രസ്ഥാനങ്ങളിലൂടെ, സ്ഥാപനവൽക്കരിക്കപ്പെട്ട ദേവാലയങ്ങളിലൂടെ ഒന്ന് കാണിച്ചു കളയാന്നൊരു തോന്നൽ വന്ന്
ഇവരെ എല്ലാം തിരിച്ച് അവനവൻ്റെ വീടുകളിൽ അല്ലെങ്കിൽ കാമ്പൗണ്ടിന് അദ്ദേഹത്തിൻ്റെ ദേവാലയ കാമ്പൗണ്ടിൽ പ്രവേശിക്കണം. തെരുവിലിറങ്ങാൻ ആർക്കും അനുവാദം. ഈ വക വിഷയങ്ങളിൽ ഞാനൊരു തികഞ്ഞ യുക്തിവാദി തന്നെയാണ്. കാരണം ഇവിടെ 40% പേരുകൾ ഇതിലാവശ്യത്തിലധികം താല്പര്യമില്ലാത്തവരാണ്. അവർ നികുതി കൊടുക്കുന്നുണ്ട്. ഇവിടെ കൊല്ലം നഗരത്തിലെ ഒരു അമ്പലത്തിൻ്റെ മുമ്പിലൂടെ അവിടുത്തെ പൊങ്കാല ദിവസം നടക്കുന്നവരെ വിലക്കാനും ഇതിലെ ചെരുപ്പിട്ട് നടക്കരുതെന്ന് പറയാനും ധൈര്യപ്പെടുന്ന ഒരു സെറ്റപ്പ് ഇവിടെ വന്നിരിക്കുന്നു. അത് മറ്റു മതസ്ഥർക്കും ആകാം. അതിന് മാറ്റം വരണം. അത് ഹിന്ദുത്വമല്ലത്, അതൊരു തരം ഭീഷണിയാണ്, ഗൂണ്ടായുസമാണ്. ഇത്തരം ഗൂണ്ടായുസത്തിൻ്റെയും പിന്നെ കൃത്രിമ ജ്യോതിയുടെയും ഒന്നും തണലല്ല ഹിന്ദുത്വം നിലനിൽക്കുന്നത്. മകരമാസത്തിന് അതിൻ്റേതായ സവിശേഷതയുണ്ട്. ഉത്തരായനം ശുഭകാര്യങ്ങൾക്ക് മാത്രം വിധിക്കപ്പെട്ടതാണ്. ആ മകരം ഒന്നിനാണ് ഉത്തരായനം തുടങ്ങുന്നത്. ആ ഉത്തരായനം തുടങ്ങുന്നത് വരെ ദക്ഷിണായനത്തിൽ യുഗസന്ധിയിൽ നടന്ന മഹാഭാരത യുദ്ധത്തിൽ അസ്ത്രമേറ്റ് വീണ ഭീഷ്മപിതാമകൻ ഉത്തരായനം ദക്ഷിണായനം കഴിഞ്ഞ് ഉത്തരായനം വരുന്ന ആ ഉത്തരായനത്തിൻ്റെ ഒറ്റ പേരിൽ ഹിന്ദു വിശ്വാസം നിലനിൽക്കും. പിന്നെ പണം ഉണ്ടാക്കാം പത്രക്കാർക്ക്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യദൈവങ്ങളുടെ ആശ്രമങ്ങളുടെയൊക്കെ അവിടേക്ക് പോകുന്നതിന് പത്രപ്രതിനിധിയൊക്കെ വലിയ ഇടിയാ, ഗിഫ്റ്റ് കിട്ടും, ഗിഫ്റ്റ് എഴുതി വലുതാക്കി വിട്ടുകൊടുക്കുക. അങ്ങനെ ഇതൊരു വലിയ വ്യാപാരമായി മാറി, ഭക്തി വ്യാപാരം. ഈ ഭക്തി വ്യാപാരത്തിനെതിരായിട്ടാണ് ഇത്തരം സംഘടനകൾ ഇറങ്ങേണ്ടുന്നത്. അങ്ങനെ വന്നാൽ ഈ കുഞ്ഞാലിമാരിക്കാർ പറഞ്ഞു നടക്കും. ജാതിയും മതവും അവനവൻ്റെ കാര്യം, നാട് എല്ലാവരുടെയും കാര്യം. അതുകൊണ്ടാണ് പൊരുതി ചെയ്യിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൽ ഒടുങ്ങുവിയിൽ. എല്ലാവരും പറയുന്നത് ദൈവത്തിൽ നിന്ന് വന്നാണ്. എൻ്റെ പുസ്തകത്തിൽ എല്ലാത്തിനും മറുപടി ഉണ്ടെന്നാണ്. ഗീത പഠിപ്പിക്കുന്ന ഞാൻ പലയിടത്തും എന്ന് പറയുന്നത് ഈ കാലത്തിൻ്റെ സർവ്വ പ്രഹേളികകൾക്കും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, സർവ്വ ചോദ്യങ്ങൾക്കും ഉത്തരം ഞങ്ങളുടെ ഗീതയിലുണ്ടെന്നാണ്. ഇത് തന്നെ ഖുറാൻകാരനും ഇത് തന്നെ ബൈബിളുകാരനും പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഞങ്ങളുടെ കർത്താവിലൂടെ മാത്രമേ മോചനമുള്ളൂ എന്നാണ് പറയുന്നത്. ഈ കുരിശുമരണത്തെ പറ്റിയൊക്കെ പറയുന്നത് എനിക്കിത് പറയാൻ അവകാശമില്ല. ഈ കുരിശുമരണം ഞാൻ അംഗീകരിക്കത്തില്ല. 88 വയസ്സ് വരെ കാശ്മീരിൽ വന്ന് ജീവിച്ചെന്നും അവിടെ ഹസ്രത് ബാൽ പള്ളിയിൽ കാണുന്ന തിരിച്ചുവിഷിപ്പ് പിന്നെ ക്രിസ്തുവിൻ്റെ ആണെന്നുമാണ് ചില ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. സഞ്ചരിച്ച റൂട്ട് പറയുന്നത് തക്ഷശിലയിൽ വന്ന് പഠിച്ചിട്ടുണ്ട്. 20-30 ഇടയ്ക്കുള്ള പ്രായത്തിൽ യേശു എവിടെയായിരുന്നു എന്നുള്ള സംശയമുണ്ട്. ഇതൊക്കെ വിവാദ വിഷയങ്ങളാണ്. അന്ന് ചരിത്രങ്ങൾക്ക് വ്യക്തമായ രേഖകളില്ല. കുരിശുമരണം ഇസ്ലാം മതം മാത്രമല്ല അംഗീകരിക്കാത്ത, ചരിത്രം പഠിക്കുന്ന ഹിന്ദുക്കൾക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അതിൽ. ഇത് ഹിന്ദു മതത്തിലും ഇല്ലെന്ന് ആര് പറയുന്നത്? രാവണൻ്റെ 10 തല ആർക്കെങ്കിലും ബോധ്യമോ? ഞങ്ങളതിന് പറയാം അയാൾ ദശാവധാനിയായിരുന്നു. അതാണ് പഠിച്ചവന് പലതും വ്യാഖ്യാനിച്ച് വലിപ്പിക്കാൻ കഴിയും. ഒരേ സമയം 10 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിവുള്ളവനെന്നേ അതിനർത്ഥമുള്ളതെന്ന് ഞാനങ്ങ് പറഞ്ഞങ്ങ് വെച്ചു കൊടുക്കും. ഇതാണ് കളി. പഠിച്ചവൻ എന്തും ശരിയാണെന്ന് സ്ഥാപിക്കാം, അവൻ വാദിക്കും. ഈ 10 തലയെന്ന് പറഞ്ഞാൽ ഒരേ സമയം 10 വിഷയങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിവുള്ളവനെന്നാണെന്നാണ് പറയുന്നത്. ഇതിലൊക്കെ കുറേ മിത്തുകളും കുറേ സാഹിത്യവും. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇങ്ങനെ പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്, പറഞ്ഞു പ്രചരിച്ചതെന്നാണ്. പക്ഷേ ഇതിനകത്തൊക്കെ വളരെ വലിയ ജീവിത സത്യങ്ങളും ജീവിത ധർമ്മങ്ങളും നമുക്ക് പകർത്താവുന്നതെല്ലാം ഇതിലെല്ലാം ഉണ്ട്. അത് പകർത്തിക്കൂടെ? അത് പകർത്തുക, അല്ലാത്ത കളയുക. അതാണ് പ്രക്ഷിപ്തങ്ങൾ ഒഴിവാക്കി. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിലോ ഒരാശ്രമത്തിലോ ഒരു ദേവാലയത്തിലോ മാത്രം പോകാതെ, ഒരാശ്രമത്തിൽ പോയാൽ രക്ഷപ്പെടത്തില്ല. അവിടെ പറയുന്നത് മാത്രമാണ് ശരി. ഇപ്പം നിങ്ങൾ പോത്തൻകോട്ടി എന്ന കരുണാകരായ നമ്മ വേറെ ഒന്നും നമിക്കാൻ പാടില്ല. ഇവരൊക്കെ തമ്മിൽ വലിയ യുദ്ധമാണ്. വേറൊരിടത്ത് ഒരു ദൈവത്തിൻ്റെ അവിടെ ചെന്നാൽ അവിടെ ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭഗവതിയുടെ പേരെ ജപിക്കാൻ അനുവദിക്കൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏകം സത് വിപ്രാഹ ബഹുഹ വദന്തി എന്ന് പറയുന്ന ഒരു മതത്തിൽ. അതുകൊണ്ട് ഇതെല്ലാം വ്യാപാരമാണ്. എല്ലാം ആഗോളവൽക്കരണം, ഭക്തിയും കയറ്റി അയക്കുക. ഇപ്പം ഇതെല്ലാം വിമാനത്തിലങ്ങ് സഞ്ചരിക്കുകയല്ലേ. ഇപ്പോൾ 5 സ്റ്റാറാണ് എല്ലാവരും. ഈ 5 സ്റ്റാർ യുഗത്തിൽ, ഈ ആഗോളവൽക്കരണത്തിൻ്റെ യുഗത്തിൽ മതം തെരുവിലേക്ക് ഇറങ്ങിയതാണ് സർവ്വ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് യുക്തിവാദികളുടെ ഭാഷയിൽ തന്നെ പറയാൻ ഞാൻ നിർബന്ധം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഹിന്ദുമതത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രഹസ്യം അങ്ങ് പറഞ്ഞേക്കാം. ഞാൻ ഒരറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റോട് മതി എനിക്ക് വളർന്നവനാണ്. ഉള്ള കാര്യം അങ്ങ് പറയാമല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനേ ഉള്ളൂ ഈ പാതയിലേക്ക് അല്പമെങ്കിലും വന്ന്. എൻ്റെ വീട്ടിൽ ആരുമില്ല. ഉള്ള കാര്യം പറയാമല്ലേ. ഞാൻ കുട്ടിക്കാലത്ത് ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നു. പിന്നെ ഇതിലേക്ക് പിന്നെ ഇങ്ങനെ കുറേ ആശ്രമബന്ധം ഉണ്ടായി. മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു 15 കൊല്ലം മുമ്പ് അവിടെ ഇങ്ങനെ 60 വർഷം മെനക്കെട്ടിരുന്ന് പഠിച്ചാൽ ഏതാണ്ട് ഒരു 10% ഹിന്ദുമതത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും. അതാണ് ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗന്ധകോടിവി ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാവര. അതായത് ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. പക്ഷെ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വേണം, അത് കൊടുക്കണം. നിങ്ങൾ അതിനെ നിങ്ങൾ തല്ലി പൊട്ടിക്കാൻ നിൽക്കരുത്. കൊച്ചുങ്ങൾക്ക് കളിപ്പാട്ടം വേണ്ടേ? നിങ്ങൾ അവരെ കുട്ടികളായിട്ടാണ് കാണുക. ഇത്രയേ ഉള്ളൂ. ഒരു ഭിന്നിപ്പുമില്ല, സമന്വയം, സൗഹൃദം, മറ്റൊന്നുമില്ല. കൺക്ലൂഡ് ചെയ്യണ്ട, നിർത്തില്ലേ? എല്ലാം പറഞ്ഞു.
ബഹുമാന്യനായ വിവേകാനന്ദൻ സാറിൻ്റെ സരസമായ സംസാരത്തിന് ശേഷം ഏകദേശം ഒരുപാട് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഈ പ്രോഗ്രാമിൽ വളരെ പ്രധാനമായി സൂചിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഇസ്ലാമും അതേപോലെ തന്നെ സനാതന ധർമ്മവും തമ്മിൽ ഉള്ള അടിസ്ഥാനപരമായ ആദർശപരമായ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് ഒരു സംവാദമായത്. അതിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ, അഥവാ ഏകനായ സ്രഷ്ടാവ് മാത്രമേ ആരാധനകൾ അർഹിക്കുന്നുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, പിന്നെ എന്തുകൊണ്ട് സാധാരണക്കാരന് ബുദ്ധിപരമായി താഴെക്കിടയിൽ നിൽക്കുന്നവന് ബഹുദൈവാരാധന വിഗ്രഹാരാധന അനുവദിച്ചുകൂടാ, അത് അനുവദിച്ചു കൊടുക്കണം എന്നാണ് സരസമായിട്ടെങ്കിലും അദ്ദേഹം സൂചിപ്പിച്ചത്. ഇവിടെ ഇസ്ലാമികമായ വീക്ഷണം പറയാതിരിക്കുന്നത് തീർച്ചയായും അബദ്ധമായിരിക്കും, അത് ശരിയാവുകയില്ല എന്നെനിക്ക് തോന്നുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും ഏതൊരു നിരക്ഷര കുക്ഷിക്കും ഏതൊരു ആദിവാസിക്കും, വട്ടപ്പാടിയിൽ ആദിവാസിയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഏതൊരു ആദിവാസിക്കും അയാളുടെ ഹൃദയത്തിനകത്തുള്ള സകലമാന വിഗ്രഹങ്ങളും എടുത്ത് പുറത്തിട്ടതിന് ശേഷം സൃഷ്ടാവായ തമ്പുരാനെ ഹൃദയത്തിനകത്തേക്ക് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവനെ ആരാധിക്കുവാൻ സാധിക്കും എന്നാണ്, അവനെ ഉൾക്കൊള്ളുവാൻ കഴിയുമെന്നാണ്. എന്നാൽ അവൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഒരിക്കലും അവൻ ഏകദൈവാരാധന പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധ്യവുമാവുകയില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. അതുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാകുന്നത്. അല്ലാഹുവല്ലാതെ സൃഷ്ടികർത്താവായ തമ്പുരാനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്നെൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഒരാൾ പ്രഖ്യാപിക്കുന്നത്. സൃഷ്ടികർത്താവായ തമ്പുരാൻ മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്നെൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തുള്ള സകല വിഗ്രഹങ്ങളെയും ശവകുടീരങ്ങളെയും വ്യാജദൈവങ്ങളെയും മനുഷ്യദൈവങ്ങളെയും ആരൊക്കെയുണ്ടോ അതിനെ മുഴുവനും എടുത്ത് പുറത്തിടുകയാണ് സൃഷ്ടാവായ തമ്പുരാൻ. അവൻ്റെ രൂപ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. അവനെ നമ്മുടെ മനസ്സിനകത്തേക്ക് സന്നിവേശിപ്പിക്കുന്നില്ല അവൻ്റെ രൂപം, മറിച്ച് അവനെ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്ത് അവൻ എന്നെക്കുറിച്ച് പൂർണ്ണമായി അറിയാമെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് എൻ്റെ ഹൃദയം അവൻ്റെ മുന്നിൽ തുറന്നു വെക്കുകയാണ് ഞാൻ എൻ്റെ ആരാധനകളിൽ. അതാണ് എനിക്ക് ചെയ്യാനുള്ളത്. ഏതൊരു സാധാരണക്കാരനും ഏതൊരു ബുദ്ധിജീവിക്കും ഇവിടെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യായീകരണങ്ങൾ നടത്തും. ഞാൻ അതിനെക്കുറിച്ചൊന്നും തന്നെ എനിക്ക് ഇവിടെ വിമർശിക്കുന്നില്ല. സ്വാഭാവികമായും ഓരോ വിശ്വാസികൾക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇസ്ലാം അവിടെ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പേരിൽ ഒരാൾ പോലും ചൂഷണം ചെയ്യപ്പെട്ടുകൂടാ. സൃഷ്ടാവായ തമ്പുരാന്റെ ആരാധനയുടെ വിഷയത്തിൽ ഒരാൾ പോലും ചൂഷണം ചെയ്യപ്പെട്ടുകൂടാ. ഒരാൾക്ക് താൻ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടാൻ കഴിയും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചില ആവാഹിക്കല്ലുകൾ കൊണ്ട് ദിവ്യമായ പ്രകാശത്തെ കുടിയിരുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഗ്രഹാരാധന നിലനിൽക്കുന്നത്. ആവാഹിക്കൽ തന്നെ ശരിയായ രീതിയിലല്ലാതെയാകുന്ന അവസ്ഥകളെക്കുറിച്ചും ബഹുമാന്യനായ വിവേകാനന്ദൻ സാർ ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആവാഹിക്കുന്ന പ്രവർത്തനം നടക്കുന്നത് പുരോഹിതനാണ്. ആ പുരോഹിതൻ ജനങ്ങളെ വേണമെങ്കിൽ കബളിപ്പിക്കാം, അതല്ലെങ്കിൽ ശരിയായ രീതിയിലല്ലാത്ത രൂപത്തിൽ കൊണ്ടുപോകാം. ഏത് സമൂഹത്തിലായിരുന്നാലും ഉണ്ടാകുന്ന അവസ്ഥയാണത്. ഏത് സമൂഹത്തിലായിരുന്നാലും സൃഷ്ടികർത്താവായ തമ്പുരാനല്ലാത്തവരെ ആരാധിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇസ്ലാം ഇതിനെ നിഷേധിക്കുന്നു. പാവപ്പെട്ടവരെ, അടിസ്ഥാന വർഗങ്ങളെ എക്കാലഘട്ടത്തിലും ചൂഷണം ചെയ്തിരുന്നത് ദൈവത്തിന്റെ പേരിലായിരുന്നു എന്നും പലരും ദൈവങ്ങളായി സ്വയം പ്രത്യക്ഷപ്പെടുകയും ദേവികളായി സ്വയം അവകാശപ്പെടുകയും ഗുരുക്കളായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് പദങ്ങൾക്കിടയിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നതാണ് വിവേകാനന്ദൻ സാറിന്റെ സംസാരത്തിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞതുപോലെ പലതും പറയാൻ പ്രയാസമുള്ള പല സത്യങ്ങളും അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. സത്യത്തിൽ വളരെ ആദരവ് തോന്നുകയാണ്. പക്ഷേ ഇവിടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനത്തെ യാതൊരു ചൂഷണവും ദൈവത്തിന്റെ പേരിൽ നടന്നുകൂടാ. അവിടെ മനുഷ്യ മനസ്സിന് ദൈവം തമ്പുരാനുമായി ആര് പറഞ്ഞു? എന്നെ സൃഷ്ടിച്ച എൻ്റെ തമ്പുരാൻ
എന്നെ പടച്ച, എൻ്റെ ഹൃദയം നൽകിയ, എൻ്റെ മനസ്സ് നൽകിയ, എനിക്കുള്ള ഇച്ഛകൾ നൽകിയ, എൻ്റെ ചുറ്റുപാട് നൽകിയ, എനിക്ക് ദാഹജലവും ശ്വസിക്കാനുള്ള വായുവും വെള്ളവും നൽകുന്ന പടച്ച തമ്പുരാൻ, ആ തമ്പുരാനെ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് ആര് പറഞ്ഞു? എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. എന്തുകൊണ്ട് കഴിയത്തില്ല? എൻ്റെ മനസ്സ് നിറച്ചും മൂർത്തികളാണ്, എൻ്റെ മനസ്സ് നിറച്ചും പല ആരാധനകളുമാണ്. ആരായിരുന്നാലും, മുസ്ലിം ആയിരുന്നാലും, ഹിന്ദു ആയിരുന്നാലും, ക്രിസ്ത്യാനി ആയിരുന്നാലും, ആര് തന്നെയായിരുന്നാലും ഈ മനസ്സിനകത്തെ സകല മൂർത്തികളെയും എടുത്ത് പുറത്തെറിയുക, സൃഷ്ടാവായ തമ്പുരാനെ മനസ്സിനകത്തേക്ക് പ്രതിഷ്ഠിക്കുക. അതുകൊണ്ടാണ് ഇത് ചെറിയ കാര്യമല്ല. ഞാനിവിടെ സൂചിപ്പിച്ച യജുർവേദ വചനം വളരെ ശക്തമായുള്ള നിഷേധമാണ്. അന്തം തമഹ പ്രവിശന്തിയെ സംഭൂതി മുബാസതേ തതോ ഭൂയ ഇവദേ തമോ യൗ സംഭൂതിയാം രഥഃ എന്ന് ഈ ഭാരതത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്നൊരു മുനിശ്രേഷ്ഠന്റെ വചനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നശ്വരങ്ങളായ ദേവപിതൃ മാനവാദികളെ ഉപാസിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിലാണ് പതിക്കുക. ഘോരമായ അന്ധകാരത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നു പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ആ ഘോരമായ അന്ധകാരം നരകമാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നഹു മൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. സൃഷ്ടാവായ തമ്പുരാനിൽ ആരെങ്കിലും പങ്കുചേർക്കുന്ന പക്ഷം അത് അവർക്ക് സ്വർഗരാജ്യം നിഷിദ്ധമാക്കുന്നതാണ്, അവരുടെ സങ്കേതസ്ഥാനം നരകമായിരിക്കും. സൃഷ്ടാവായ തമ്പുരാന്റെ വാക്കുകളായി ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് കൊണ്ട് സൃഷ്ടാവായ തമ്പുരാന് പകരം ആരാധ്യത മറ്റുള്ളവർക്ക് കൽപ്പിച്ചു കൊടുത്താൽ അത് ആരായിരുന്നാലും, അത് നമ്മൾ അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, ആരായിരുന്നാലും അത് ഭാരതീയമെന്നോ വൈദേശികമെന്നോ അറബികൾക്കിടയിരുന്നോ ഒന്നുള്ള വ്യത്യാസമില്ല. സൃഷ്ടാവായ തമ്പുരാനല്ലാത്തവരെ ആരാധിച്ചാൽ അത് തീർച്ചയായും പടച്ച തമ്പുരാന്റെ അടുക്കൽ ശാപകോപതാപങ്ങൾക്ക് വിധേയമാക്കുന്ന പ്രവർത്തനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പേർത്തും പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ എൻ്റെ സംസാരം പോലും തീർച്ചയായും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമാണ് എന്നാണ്. ഒരു ഉത്തരവാദിത്വത്തിന്റെ നിർവഹണം, പ്രവാചകന്മാർ മുഴുവനും നിർവഹിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണം, പ്രവാചകന്മാർ മുഴുവനും നിർവഹിച്ച ഈ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വത്തിന്റെ നിർവഹണം ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു ഇസ്ലാമാണ് സത്യമെന്ന്. സ്വാഭാവികമായും മറ്റേ സുഹൃത്തുക്കൾക്ക് ഹൈന്ദവതയാണ് സത്യമെന്ന്, ക്രൈസ്തവതയാണ് സത്യമെന്ന്, സിഖ് മതമാണ് സത്യമെന്ന് വിശ്വസിക്കുവാനുള്ള അവകാശമുണ്ട്, അത് പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ പറയുമ്പോൾ എനിക്ക് വെറുതെ പറയുകയല്ല, നിങ്ങൾക്ക് പരിശോധിക്കാൻ ഞാൻ ഒരു പ്രമാണത്തെ നൽകുന്നു. ആ പ്രമാണത്തിൽ പ്രക്ഷിപ്തമില്ല, പിന്നീട് കടത്തിക്കൂട്ടൽ നടന്നിട്ടില്ല, അയുക്തികരമായ യാതൊന്നുമില്ല. പരിശോധിക്കുക, പഠിക്കുക, അതിനുശേഷം വിലയിരുത്തുക. പഠിക്കാം. ദൈവം തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന രൂപത്തിൽ സ്വയം പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥം ഞാനിവിടെ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പഠിക്കുക. എനിക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത് അതാണ്, പരിശോധിക്കുക. അതല്ലാതെ ഞാൻ എൻ്റെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ നിർബന്ധത്തിൻ്റെ സ്വരമില്ലാത്തത് എൻ്റെ വിനയം കൊണ്ടല്ല, മറിച്ച് എന്നെ ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അതായത് കൊണ്ടാണ്. ഒരിക്കലും ഈ ആദർശപതുള്ളത് നിർബന്ധിച്ചടിച്ചേൽപ്പിക്കേണ്ടതല്ല. ഈ ആശയം ശരിയാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുമ്പോൾ ഈ ആശയം സൃഷ്ടികർത്താവായ തമ്പുരാനല്ലാത്തവരെ ആരാധിക്കുകയും അവന്റെ ജീവിത മാർഗം അവനിലൂടെ അവതരിപ്പിക്കപ്പെട്ട കൃത്യമായ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട ജീവിത ദർശനം പിന്തുടരാതിരിക്കുകയും ചെയ്യുന്നത് ശാശ്വതമായ നഷ്ടത്തിന്, നരകത്തിന് പാത്രമാക്കുമെന്നും വിശ്വസിക്കുന്നത് കൊണ്ട്, ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവികമായ വചനങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുക വഴി ദൈവം തമ്പുരാന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് വിഗ്രഹാരാധന എന്നുള്ളതല്ല, സൃഷ്ടികർത്താവായ തമ്പുരാനല്ലാത്തവരെ ആരാധിക്കുക എന്നുള്ള ആശയം അത് പരിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നു, പരിശുദ്ധ ഖുർആൻ എതിർക്കുന്നു. അതിന് കാരണം ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ മരണാനന്തര ജീവിതം സത്യമാണ്. നമ്മൾ മരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, യാതൊരു സംശയമില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? നമ്മൾക്ക് അറിവ് തരേണ്ടത് പ്രമാണങ്ങളാണ്. അതല്ലാതെ ആരും പോയി നോക്കിയിട്ട് വരില്ല. അതല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലുള്ളത് പുതിയ ജന്മത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമുള്ള മോക്ഷ സാക്ഷാത്കാരം നേടിയിട്ട് തിരിച്ചു വരികയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങൾ പരിശോധിക്കുക, പഠിക്കുക. എനിക്ക് ഈ സംവാദം നൽകുന്ന ഒരു മെസ്സേജായി, ഒരു സന്ദേശമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നാം പരസ്പരം സൗഹൃദത്തോടു കൂടി തന്നെ പഠിക്കുക, മനസ്സിലാക്കുക. വെറുപ്പിൻ്റെ സങ്കുചിതമായ വേലിക്കെട്ടുകളുടെ എല്ലാ തലങ്ങളെയും എടുത്ത് വലിച്ചെറിയുക. നമുക്കിടയിൽ എന്തിനാണ് വേലിക്കെട്ടുകൾ? നമ്മൾ ശ്വസിക്കുന്ന വായു ഒന്നാണെങ്കിൽ,
നമുക്ക് ജീവിക്കാനുള്ള മണ്ണൊന്നാണെങ്കിൽ, നമ്മൾ കുടിക്കുന്ന വെള്ളം ഒന്നാണെങ്കിൽ, നമുക്കിടയിൽ എന്തിനു വേലിക്കെട്ടുകൾ? വേലിക്കെട്ടുകൾ ആവശ്യമില്ല. ആദർശപരമായി സ്വാഭാവികമായി ഞാൻ സത്യമെന്ന് വിശ്വസിക്കുന്ന ആദർശം, ആ ആദർശമനുസരിച്ച് ഞാൻ ജീവിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു. അതെല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ, സൗഹൃദമായി സൃഷ്ടിപരമായ സുന്ദരമായ ചർച്ചകൾ നടക്കട്ടെ. അവിടേക്ക് ഈ വളരെ വില കുറഞ്ഞ രാഷ്ട്രീയമായ സങ്കുചിതത്വങ്ങൾ കടന്നു വരാതിരിക്കുവാൻ സൂക്ഷിച്ചാൽ മാത്രം മതി. സ്വാമിജി സൂചിപ്പിച്ചതുപോലെ മതം കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ കച്ചവടവൽക്കരിക്കപ്പെടാതെ മതം എന്ത് എന്ന് കൃത്യമായി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ നമുക്ക് കഴിയണം. അത് പരസ്പരം ചർച്ച ചെയ്യപ്പെടണം. സത്യം എന്ന് തോന്നുന്നത് സ്വീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം. അതിന് നമ്മുടെ ഈ പ്രോഗ്രാം പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ഈ സത്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഓർമ്മ എന്നുള്ള നിലക്ക് ബഹുമാന്യനായ വിവേകാനന്ദൻ സാറിന് നിച്ച് ഓഫ് ട്രൂത്ത് പുറത്തിറക്കിയ പരിശുദ്ധ ഖുർആന്റെ സമ്പൂർണ്ണ മലയാള പരിഭാഷ ഒരു കോപ്പി നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാക്കുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് ഇതിൻ്റെ പ്രവർത്തകരോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ എനിക്ക് നല്ല സുഖമില്ലെങ്കിലും പങ്കെടുക്കാൻ കാണാൻ എനിക്ക് മലപ്പുറം ജില്ലയായിട്ട് കുറേ ആത്മബന്ധങ്ങളുണ്ട്, തിരൂരുമായിട്ടുമൊക്കെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. അപ്പം എൻ്റെ മതം ശരിയെന്ന് അത് മാത്രമാണ് ശരിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒന്നിൻ്റെയും അവസാന വാക്കല്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അറിവിന് സീലിംഗ് ഇല്ല, ഇനിയും അറിവുകൾ വന്നുകൊണ്ടിരിക്കും. ന്യൂട്ടൻ്റെയും ഐൻസ്റ്റൈൻ്റെയും സിദ്ധാന്തങ്ങൾ ശരിയല്ല എന്ന് ഒക്കെ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ല. അപ്പം അന്നത്തെ ബുദ്ധിമാന്മാർ അവരുടെ മാനനത്തിലൂടെ നിധ്യാസങ്ങളിലൂടെ നേടിയെടുത്ത അറിവ് വെച്ച് നമ്മൾ ചെയ്യും. എന്തായാലും ഇതൊക്കെ അങ്ങ് ഋഷിപ്രോക്തം എന്ന് പറയുന്നതിൽ അങ്ങ് ഈശ്വരപ്രോക്തം അല്ലെങ്കിൽ നേരിട്ട് പിന്നെ ഈ ഭൂമിക്ക് പുറത്തു നിന്നൊക്കെ വന്നെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. നമ്മൾ ബോധ്യമാണ്. പക്ഷേ അറിവുള്ളവരാണ് ഇതെല്ലാം നിർമ്മിച്ചത്. അറിവാണ് ഈശ്വരൻ. അതാണ് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നെ ഒരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കുമെന്ന് ഗുരുദേവൻ പറഞ്ഞില്ല. അറിവ് തന്നെയാണ് ഈശ്വരൻ എന്നാണ് ഞങ്ങളുടെ, അതായത് ഗുരുകുലത്തിൻ്റെ, ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ മുദ്രാവാക്യം തന്നെ. അറിവിനെ ആരാധിക്കുക, അറിവുള്ളവനെ ആരാധിക്കാം. ആ അർത്ഥത്തിലാണ് ഗുരുദേവനെയും ഞങ്ങൾ ആരാധിച്ചത്. ഗുരുദേവൻ്റെ പ്രതിമ സ്ഥാപനത്തെ ഗുരുദേവൻ അംഗീകരിച്ചിരുന്നില്ല. ഗുരുദേവനെ വെച്ച് പ്രതിഷ്ഠിക്കുന്നോ എന്നൊക്കെ ചോദിച്ചാലുണ്ട്. ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പം തന്നെയാണ്, അതും കൂടെ നടക്കുന്നത് പറഞ്ഞത്, ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടന്നത്, ഗുരുദേവൻ്റെ പ്രതിഷ്ഠ. അപ്പം ഗുരുദേവനെ എന്നെ അംഗീകരിച്ചിരുന്നു. അപ്പം അതിനോട് എനിക്കത്ര യോജിപ്പല്ല. എന്തായാലും ഇത്തരം വേദികൾ ഇനിയും ഉണ്ടാകട്ടെ, അത് സൗഹൃദ സമന്വയ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിച്ച് ഓഫ് ട്രൂത്ത് ഇവിടെ ഒരുക്കിയ സ്നേഹസംവാദം ഇവിടെ അവസാനിക്കുകയാണ്. നിച്ച് ഓഫ് ട്രൂത്തിനെ പറ്റി അത് ഒരു ഇസ്ലാമിക പ്രബോധക കൂട്ടായ്മയാണ്. സത്യമായ ദീനിൻ്റെ അതിൻ്റെ സന്ദേശം അതറിയാത്തവരിലേക്ക് എത്തിക്കുക എന്ന ബാധ്യത അത് നിറവേറ്റുകയും മുസ്ലിങ്ങളെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. ഇതിനു വേണ്ടി ഓഡിയോ വീഡിയോ കാസറ്റുകളും ബുക്കുകളും ഇതുപോലെയുള്ള സ്നേഹസംവാദങ്ങളും ലഘുലേഖകളും ദാവാ സ്ക്വാഡ് വർക്കുകളും കേരളത്തിലുടനീളവും വിദേശത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി സഹകരിക്കുന്നവർക്ക് ഇതിൻ്റെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ഇതിൻ്റെ സന്ദേശം, ഇസ്ലാമിൻ്റെ സന്ദേശം മറ്റ് അമുസ്ലിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിച്ച് ഓഫ് ട്രൂത്ത് ഇറക്കുന്ന സ്നേഹസംവാദം മാസികയുടെ വരിക്കാരാകുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും പരലോകത്ത് സ്വീകരിക്കുന്ന വിധത്തിലാക്കി തീർക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഇതിൽ വന്ന് സംസാരിച്ച എല്ലാ വ്യക്തികൾക്കും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്.
ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും. പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. നാഥ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ.